മൂന്നാമത്തെ രാത്രിയിൽ കർത്തൃപാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾ വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽ കടന്നുവന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് ടി ജോർജ്, എന്നോടൊപ്പം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫ്, ഹാലലി മറ്റ് അനുഗ്രഹീതരായ പല ദൈവദാസന്മാർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇതിൻ്റെ മധ്യയിലുണ്ട്. മറ്റ് ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടു വന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുവാൻ പോകുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വാഗ്ദത്തത്തിൻ പ്രകാരം നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏവർക്കും ആയിരിക്കാം. നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. പകലിടപെട്ട അതേ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യയിൽ യഥാവാനായി ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ പരിവർത്തിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ആ ക്യാമ്പുമായുള്ള ബന്ധത്തിലാണ് എനിക്ക് പരിചയപ്പെടുവാനിടയായത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കാനും ദൈവം തന്നെ അവസരങ്ങളെ തന്നല്ലോ. നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് സംസാരിക്കും. കർത്താവിൻ്റെ ദാസനിലൂടെ വേണ്ടുന്ന വചനം, ശബ്ദങ്ങൾ, ആലോചനകൾ നമുക്ക് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വലിയ പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. കർത്തൃത്വത്തിനെ ഹല്ലേലൂയ ശുശ്രൂഷകൾക്കായി മുന്നോട്ട് ആദരണീയമായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഈ സഭയുടെ സീനിയർ പാസ്റ്ററെ ഏറെ ബഹുമാനത്തോടെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. പ്രിയ കോശി പാസ്റ്ററെ കാണാനും പരിചയപ്പെടാനും ഇടയായത് പ്രിയ പാസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ PMGയുടെ ഈ വർഷത്തെ ക്യാമ്പിന് കോട്ടയത്ത് വെച്ച് കാണാനും പരിചയപ്പെടാനും ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും കർത്താവ് കൃപ പകർന്നു. അവരെ കുടുംബമായിട്ട് ഈ രാത്രി ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. വളരെ അടുത്ത കാലം മുതൽ ഞങ്ങൾക്ക് സൗഹൃദം സ്ഥാപിപ്പാനിടയായതാണ് പാസ്റ്റർ ജോബിൻ. തന്നെയും തൻ്റെ കുടുംബത്തെയും വിശേഷാൽ അഭിവാദനം ചെയ്യുന്നു. തൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിന് ഞാൻ നേതൃത്വം നൽകുന്ന അടൂർ സെൻറ്ററിൽ എടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അന്നാണ് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കർത്താവ് ഇടയാക്കിയത്. ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന, ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതൻ നിമിത്തമാണ് കുറേ കൂടി ഞങ്ങൾക്ക് അടുക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയത്. താനും ഇവിടെ വന്ന് പലപ്പോഴും ശുശ്രൂഷിച്ചിട്ടുണ്ട്. പാസ്റ്റർ നിശാന്ത്, തന്നെ ഓർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജോബി പാസ്റ്ററോട് കൂടെ ഇന്നുച്ചയ്ക്ക് ആയിരിക്കാനും വളരെ കാര്യമായിട്ടുള്ള സൽക്കാരങ്ങളിൽ ഭാഗമാകാനും ഒക്കെ കർത്താവ് ഇടയാക്കി. ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. PMG സഭയിൽ ആരാധിച്ചു വരുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും ഒത്തിരി ആദരവോടെ അഭിവാദനം ചെയ്യുന്നു. ഇന്ന് പകല് നമുക്കൊരുമിച്ച് വചനം മനസ്സിലാക്കാൻ, പഠിക്കാൻ ഒക്കെ കർത്താവ് ഇടയാക്കി. ഈ പട്ടണത്തിൽ ഇന്ന് ഒരു പ്രത്യേക പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് സാധാരണ വരുന്നത് പോലെ ഒരു പക്ഷേ ഇന്ന് രാത്രി ജനം വന്നിട്ടില്ലെങ്കിലും വരുവാനുള്ള ഒരുവൻ ഈ രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയിലും നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ സ്നേഹിതന്മാരിൽ ഒരാളാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് കല്ലമ്പലം സഭയുടെ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ ബെഞ്ചമിൻ റജി അവറുകൾ ഇന്ന് രാത്രി ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. തന്നെ ഓർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ഈ രാത്രി ആയിരിക്കുന്നതിൽ ഏറെ സന്തോഷം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഒത്തിരി മുഖവരകൾ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ വളരെ വേഗം നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു പോകുന്നു. അടുത്ത ഒരു മണിക്കൂർ നാം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്കൊരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ ബലപ്പെടുത്തും, വചനത്താൽ അനുഗ്രഹിക്കും. അബോധ്യമുള്ളവരെല്ലാം തലയ്ക്ക് മീതെ ഒന്ന് കരമുയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ രാത്രി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വരുവാനുള്ള ഒരുവൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണമായ ദൈവസാന്നിധ്യം പകരും.
സഹോദരിമാരുടെ മുൻപിൽ ഒത്തിരി കസേരകൾ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരു സ്റ്റെപ്പും കൂടെ മുമ്പിലോട്ട് കയറിയിരുന്നാൽ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട് കഴിയും. സഹോദരന്മാർ ഏറെക്കുറെ കൃത്യമായിട്ടും ഒക്കെയാണ് ഇരിക്കുന്നത്. എങ്കിലും സഹോദരിമാർ കുറച്ചും കൂടി അടുത്തടുത്തിരുന്നാൽ സൗകര്യമായിരിക്കും. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 19. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനത്തിന്റെ വെളിപ്പാടാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേട്ടത്. ഈ വചനത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ദൈവാത്മാവ് സവിസ്തരമായി അടുത്ത ചില സമയങ്ങൾ നമ്മോട് സംസാരിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി അല്പസമയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ, സംവാദം നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവശബ്ദം ആത്മിക അധികാരം, സ്പിരിച്വൽ അതോറിറ്റി എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് രാത്രി അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നാം ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ടോപ്പിക് സ്പിരിച്വൽ അതോറിറ്റി, ആത്മിക അധികാരം. ആത്മിക അധികാരം നമുക്ക് നൽകുന്നതിൻ്റെ ഉടമസ്ഥൻ വേറെ ആരുമല്ല, നസ്രയനായ യേശു ക്രിസ്തുവാ. കൊശിപ്പാസ്റ്റിൻ്റെ നടുവിലുണ്ട്, ജോബിൻ പാസ്റ്റിൻ്റെ നടുവിലുണ്ട്, സദസ്സിൽ പല കർത്താവിൻ്റെ ദാസന്മാരും നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ അവരാരുമല്ല നമുക്ക് അധികാരം ഷെയർ ചെയ്യുന്നത് അഖിലാണ്ടത്തെ നിർമ്മിച്ച, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ, സകലത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവപുത്രനായ ക്രിസ്തുവാണ്. മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ലൂക്കോസ് 10:19 ഇങ്ങനെ വായിക്കുന്നു: പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും എന്തോ ചെയ്യത്തില്ല, ദോഷം വരുത്തുകയും ഇല്ല. പ്രൈസ്തല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാർ ആളുകളെ ചവിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. അടിമ ഉടമ സംവിധാനങ്ങൾ, കുബേരൻ കുചേലൻ, ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി വ്യത്യസ്തതയുണ്ടായിരുന്ന കാലഘട്ടങ്ങൾ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ പഠിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും ആരെയും ചവിട്ടുവാൻ അധികാരമില്ല. അങ്ങനെ ഒരു തലത്തിലേക്കാണ് ഇന്നത്തെ കാലങ്ങൾ നീങ്ങി നിൽക്കുന്നത്. വർഗീയതയോ വിഭാഗീയതകളോ ഒന്നും സമർത്ഥിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത ലോകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. സമത്വത്തോടെ, യൂണിറ്റിയോടെ, ഐക്യമായി ഈ തലമുറയിൽ പോകേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഞാൻ നിങ്ങളെ വായിച്ചു: പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അക്ഷരികമായി എന്താണ് പാമ്പ്? ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അനുശാസിക്കുന്ന പാമ്പ് എന്താണ്? വേഗം നോക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. അപ്പം മഹാസർപ്പം, പാമ്പ് ഏതാണ്? അതിൻ്റെ അടുത്ത വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ 9-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ അവന്റെ ദൂതന്മാരെയും, പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് എന്തോ ചെയ്തോ? തള്ളിക്കളഞ്ഞു. അടുത്തത് അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പൊ പാമ്പ് ഏതാ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ച, ഏദൻ ഭൂഗാവനത്തിൽ ആദം ഹൗവ ദമ്പതിമാരെ തെറ്റിച്ച ആ പാമ്പ് ഒറ്റ വാക്കിൽ പറഞ്ഞ പിശാച്. കമാൻ, എത്ര പേർക്ക് ഇന്ന് രാത്രി ആ വചനത്തിന് വെളിപ്പാട് ഒന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കാൻ 12-ാമത്തെ രാത്രി ആത്മാവിൽ നിയോഗമുണ്ട്? ഞാൻ നിങ്ങളുമൊക്കെ പലപ്പോഴും പറഞ്ഞു വിടാറുണ്ട്: പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുക, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പക്ഷെ പാമ്പ് എന്താണ്? പാമ്പ് എന്തിനെ കാണിക്കുന്നു? പാമ്പ് എന്തിൻ്റെ സിംബലാണ്? ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് ആധികാരികമായി ഒരു ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം ഞാൻ നൽകുന്നു. ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വാമാരെ തെറ്റിച്ച ആ കാലത്തുള്ള പ്രൈസ്തല പാമ്പായ പിശാച്. കമാൻ, ഇന്ന് രാത്രി ആ വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കിയവർക്കായി ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്.
ഈ രാത്രി ആ വചനത്തിൻ്റെ ഭാഗം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഏദനിൽ ഹവ്വായുടെ അടുക്കലേക്ക് ഈ പാമ്പ് അല്ലെങ്കിൽ സർപ്പം പിശാച് അടുക്കൽ വന്ന് പിളർന്ന നാവുമായിട്ടാണ് കാര്യം പറയുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്തും ഗ്രാമത്തിലും നമ്മുടെ ഭവനത്തിന് ചുറ്റുപാടുമൊക്കെ ഒരു പാമ്പ് വന്നാൽ അത് ഏതാണ്, എന്താണ്, ഇനം എന്ന് മനസ്സിലാക്കുന്നത് വേറൊരു തലത്തിലല്ല. നാക്ക് നെട്ടിയാ പറയും ചേരയാ. അതിന് ശരീരം കണ്ട വ്യത്യസ്തമായി ഓരോന്ന് വിഭാഗത്തെ നിർണ്ണയിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ സമർത്ഥരാ. അപ്പം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ എല്ലാവരും ഈ രാത്രി തിരിച്ചറിയപ്പെടേണ്ട വചനത്തിന് വെളിപ്പാട് ഹവ്വായുടെ അടുക്കലേക്ക് പിശാച് കടന്നു വന്നിട്ട്, ഈ പാമ്പ് കടന്നു വന്നിട്ട് പിളർന്ന നാവുമായി സംഭാഷണം പറയുകയാണ്. അപ്പൊ അവിടെയാണ് ആരാധ്യനായ ദൈവവുമായി മാനവജാതിയെ, മനുഷ്യകുലത്തെ അകൽച്ചയിലേക്ക് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ആത്മശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സെഹിയോൻ മാളിക മുറിയിലേക്ക്, മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്: അവരുടെ മേൽ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയാവുന്ന വചനത്തിന്റെ വെളിപ്പാടാ. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷമായി. കമാ. അപ്പൊ എല്ലാവരും ഈ രാത്രി ഒന്ന് തിരിച്ചറിയണം, ഉൽപ്പത്തി പുസ്തകത്തിൽ പിളർന്ന നാവുമായി പിശാച പാമ്പ് കാര്യം പറഞ്ഞ് ഹവ്വായെ, ആദമിനെ തെറ്റിച്ചെങ്കിൽ, ദൈവവുമായിട്ടുള്ള ബന്ധം അകൽച്ചയിലേക്ക് കൊണ്ടുപോയെങ്കിൽ, ന്യൂ ടെസ്റ്റമെന്റിൽ പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ആത്മശക്തി ഇറങ്ങി വന്നപ്പോ കേവലം ഒരു പിളർന്ന നാവ് മാത്രമല്ല അവരുടെ മേൽ വന്ന് പതിഞ്ഞത്, അതിന്റെ മേൽ ഒരു തീയുടെ വ്യാപാരം. കമാ. 12ാമത്തെ രാത്രി അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ. എന്താ അവിടെയുള്ള വചനത്തിന്റെ വെളിപ്പാട്? ഏദം പൂങ്കാവനത്തിൽ ഹവ്വായെ തെറ്റിച്ച, ആദമിനെ തെറ്റിച്ച ആ കാലം മുതൽ പിശാച് ബന്ധിച്ച ബന്ധനത്തെ തീ തൊട്ട ചണനൂൽ പോലെയാക്കി മാറ്റാൻ കരുത്തുള്ള ഒരു അഗ്നിയുടെ വ്യാപാരം പെന്തക്കോസ്ത് നാളിൽ ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ 120 പേരുടെ മേൽ വന്ന് പതിക്കുകയാണ്. ഈ 12ാമത്തെ രാത്രി ഒരു വചന വെളിപ്പാട് വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുമ്പിലേക്ക് കടന്നു പോകാം. നിന്റെ തലമുറയെ ബന്ധിക്കുന്ന ചില ശക്തികളെ തീ തൊട്ട ചണനൂൽ പോലെയാക്കാം. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അടുത്ത 10 ദിവസത്തിനുള്ളിൽ, 9 ദിവസത്തിനുള്ളിൽ ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് എന്റെ ജനത്തിന് മേൽ വെളിപ്പെട്ട് വരുമെന്ന് ഇന്ന് രാത്രി ഞാനൊരു വചന വെളിപ്പാട് വിളിച്ചു പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നവർ ആ 2 കരങ്ങളും ഒന്ന് തട്ടി 30 സെക്കൻഡ് ആത്മനിയോഗത്തോടെ ഈ രാത്രിയിലും ഒന്ന് സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് നിയോഗമുണ്ട്? പട്ടണഭൂതങ്ങൾ, ദേശത്തിന്റെ അധിപതികൾ, അന്യാരാധന ശക്തികൾ, മന്ത്രവാദികൾ, ദേശത്തിന്റെ ആത്മിക അന്തരീക്ഷത്തെ കലുഷിതമാക്കുക വ്യാപരിക്കുന്ന യവന രാജ്യത്തിന്റെ പ്രഭു, പാർസി രാജ്യത്തിന്റെ പ്രഭു, ഏത് ശക്തികളാണെങ്കിലും ഈ രാത്രി നാവുകൾ തുറന്ന് ചേർന്ന് പറഞ്ഞാട്ട് ഞങ്ങൾ ആരാധിക്കുമ്പോ കേവലം കരങ്ങളെ തട്ടുക മാത്രമല്ല, കേവലം ആദരങ്ങൾ തുറക്കുക മാത്രമല്ല, ഏത് ബന്ധനത്വയെ തീ തൊട്ട ചണനൂൽ പോലെയാക്കി മാറ്റാ കരുത്തുള്ള ഒരു തീയുടെ അഭിഷേക 12ാമത്തെ രാത്രി ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവം പകരുമെന്ന് വിശ്വാസമുള്ളവർ പോരാ 2 കരങ്ങളും ചേർത്തടിച്ച് അപ്പൊ എല്ലാവരും ഈ രാത്രി ആ വചനത്തിന് വെളിപ്പാടെന്ന് മനസ്സിലാക്കണം. പാമ്പെന്താ, തേളെന്താ, ഏകദേശം ആ ഭാഗങ്ങൾ മനസ്സിലാക്കി. മുൻപിലേക്ക് സവിസ്തരമായി ഇന്ന് രാത്രി പ്രൈസ്തലോ ചില ഭാഗങ്ങൾ തീർക്കേണ്ടത് കൊണ്ട് ആ ഭാഗത്ത് ഞാൻ ഒത്തിരി സമയം നിൽക്കുവാനായി ഇന്ന് രാത്രി താല്പര്യപ്പെടുന്നില്ല. ഒരു പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയക്കാരൻ കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ ആകാം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആകാം, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി സെക്രട്ടറി ആകാം, അല്ല ഒരു MLA ആകാം, അല്ല ഒരു MP ആകാം, അല്ല ഒരു പ്രൈം മിനിസ്റ്റർ ആകാം. ഇവരാരും അവരവരുടെ അധികാരം ഷെയർ ചെയ്യുന്നവരല്ല. എന്തിനാ? ഒരു ദൈവത്തിന്റെ ദാസൻ പോലും ദൈവം തനിക്ക് നൽകിയ ആത്മീക അധികാരം, സഭയോടുള്ള ബന്ധത്തിൽ ക്രൈസ്തല ചിട്ടയായി നടത്തേണ്ട അധികാരം മറ്റാർക്കും കൈമാറുന്നവരല്ല. അപ്പൊ താൻ പറയും ഞാനാണ് ശുശ്രൂഷകൻ, ഞാനാണ് ഓവർസിയർ, ഞാനാണ് പ്രസിഡന്റ്, ഞാനാണ് സെൻട്രൽ പാസ്റ്റർ, ഞാനാണ് പ്രസ്ബിറ്റർ. അപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം ഷെയർ ചെയ്യുന്നവരല്ല. എന്നാ ഇന്ന് രാത്രി വചനത്തിന്റെ അകത്ത് വലിയൊരു തകർപ്പൻ ഇന്റർപ്രിട്ടേഷൻ, വചന വെളിപ്പാട് ഇന്ന് രാത്രി ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുകയാ.
ആകാശത്തെ ഉണ്ടാക്കിയ, ഭൂമിയെ ഉണ്ടാക്കിയ, സൂര്യനെ ഉണ്ടാക്കിയ, ഗോളങ്ങളെ ഉണ്ടാക്കിയ, ചന്ദ്രനെ ഉണ്ടാക്കിയ, ഞാൻ ആണാകണമോ പെണ്ണാകണമോ എന്ന് തീരുമാനിച്ച, ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് തീരുമാനിച്ച, എൻ്റെ മാതാപിതാക്കൾ ആരാകണമെന്ന് തീരുമാനിച്ച, ഇന്ന് രാത്രി എവിടെ ശുശ്രൂഷിക്കണമെന്ന് തീരുമാനിച്ച, അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം വിളിച്ചു പറയുകയാ, എൻ്റെ അധികാരം എൻ്റെ ജനത്തിന് വേണ്ടി ഈ രാത്രി ഷെയർ ചെയ്യുവാൻ തയ്യാറാ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇതിന്റെ അകത്തുണ്ടെങ്കിൽ അതരം തുറന്ന് ഒന്ന് അഭിഷേകത്തോടെ, ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് നിയോഗമുണ്ട്? 100-200 കുടുംബത്തിൽ ക്രൈസ്തലോ അടുത്ത PMG പാളയം സഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരുപക്ഷെ കോശി പാസ്റ്റർക്കോ ജോബിൻ പാസ്റ്റർക്കോ ഒക്കെ മാനുഷികമായിട്ടുള്ള അധികാരത്താൽ അതിനെ നിയന്ത്രിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ, അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ആരാധ്യനായ ദൈവം വിളിച്ചു പറയുകയാ, നിങ്ങൾ നിന്നാ മതി, എൻ്റെ അധികാരം ഞാൻ നിങ്ങളുടെ മേൽ ഷെയർ ചെയ്യുക. ആ അധികാരത്താൽ ദൈവസഭയെ ഈ തലമുറയിൽ നടത്താ ദൈവ വിശ്വസ്തന. എത്ര പേർക്ക് ഇന്ന് രാത്രി അധികാരത്തോടെ നീ ഔദ്യോഗിക തലങ്ങളിൽ ചില പൊളിറ്റിക്സുകൾ വെളിപ്പെട്ടു വരുമ്പോ, ശാരീരിക രോഗങ്ങൾ വെളിപ്പെട്ടു വരുമ്പോ, അധികാരത്തോടെ വിളിച്ചു പറ, ദൈവം അതേ അധികാരം നിന്റെ മേൽ ഷെയർ ചെയ്തിട്ട് പാപുകളെയും തേളുകളെയോ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. 12ാമത്തെ രാത്രിയിൽ എത്ര പേർ വചനത്തോടൊന്ന് ചേർന്ന് പ്രതികരിച്ചെന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ ആത്മാവിൽ നിയോഗമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും ഒക്കെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, വിശ്വാസി സമൂഹം സാധാരണക്കാരല്ല, ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ഇമ്പാർട്ടേഷൻ പ്രാപിച്ചവരാ. വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. അടുത്ത വചനത്തിന്റെ വെളിപ്പാട് എന്താ? ആ ലൂക്കോസ് 10:19 എഴുതിയിരിക്കുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പട്ടണഭൂതങ്ങളാകാം, ദേശത്തിന്റെ അധിപതികളാകാം, സകലത്തെയും ചവിട്ടുവാൻ ആരാണ് അധികാരം തന്നത്? സ്വർഗത്തിലെ ദൈവം. ക്രിസ്തല്ലോ. അപ്പൊ യേശു ക്രിസ്തു വളരെ നേരിട്ട് വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട ചിന്തയാ. എന്താ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത? ഞാൻ ചവിട്ടിയതുപോലെ നിങ്ങൾക്ക് ചവിട്ടുവാൻ ഞാൻ അധികാരം തരികയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യുക? ആത്മാവിൽ നിയോഗമുണ്ട്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിന് വെളിപ്പാട്, നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ഹോ, ഞാൻ പ്രാർത്ഥിച്ചാൽ തിരിച്ചടിയാകുമോ? ഞാൻ ശാസിച്ചാൽ തിരിച്ചടിയാകുമോ? ഞാൻ കൽപ്പിച്ചാൽ തിരിച്ചടിയാകുമോ? ആ ദുരാത്മാവിനെ, ഭൂതത്തെ അടിച്ചുവിട്ട എൻ്റെ കുടുംബത്തിൽ ചുട്ടു തിന്നാൻ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് അധികാരത്തോടെ വിളിച്ചു പറയുന്നു, ക്രിസ്തു പറയുന്നു, ഞാനാണ് അധികാരം ഷെയർ ചെയ്തത്, ഞാൻ ചവിട്ടിയതുപോലെ നിങ്ങളും ചവിട്ടണം, നിങ്ങൾക്ക് ഓരോ ദോഷവും വരുത്തുന്ന ദൈവമല്ല. എത്ര പേർക്ക് 12ാമത്തെ രാത്രി ചില പാരമ്പര്യ ശക്തികളെ, ചില പൗരോഹിത്യ ബന്ധനത്തെ, ചില ഹെറിഡിറ്ററി പിതർ പാരമ്പര്യങ്ങളെ, ചില കേസസുകളെ, ചില ബൈൻഡിങ്സിന്റെ മേൽ, ബോണ്ടേജസിന്റെ മേൽ 12ാമത്തെ രാത്രി അധികാരത്തോടെ ചേർന്ന് പറഞ്ഞു, ക്രിസ്തു ചവിട്ടിയത് പോലെ ചവിട്ടുവാൻ അധികാരം. ആ പട്ടണഭൂതം നിന്റെ കുടുംബത്തിൽ ഒരു ദോഷം വരുത്താതെ, ആ മന്ത്രവാദം നിന്റെ കുടുംബത്തിൽ ഒരു ദോഷം വരുത്താതെ പോരാ, അതരം തുറന്ന് അഭിഷേകത്തോടെ നിന്റെ തലമുറയെ ഞെരുക്കുന്ന അന്യായ ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തിൽ ഒരു ദോഷവും വരുത്താതെ ഈ രാത്രി കരങ്ങളെ തട്ടി അധികാരത്തോടെ ആരാധിക്കുന്ന ജനം ചേർന്ന് പറഞ്ഞാട്ട് ഒരു മുക്കുവന് പോലും ദോഷം വരാതെ ആഴക്കടലിൽ ചെന്ന് പതിക്കത്തക്ക നിലകളിൽ ഒരു അസാധാരണ അഭിഷേകം. ദുരാധന ധര ധല ധന ധര ധല ധന. ഇന്ന് രാത്രിയിലും ആ വചനത്തിന്റെ വെളിപ്പാടെന്ന് തിരിച്ചറിയുന്നവർക്കായി ആത്മനിയോഗത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ടോപ്പിക് എല്ലാവരും മനസ്സിലാക്കണം, സ്പിരിച്വൽ അതോറിറ്റി, ആത്മീക അധികാരം. അടുത്ത ചിന്തയിലേക്ക് ഞാൻ കടന്നു വരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 31 മുതൽ 37 വരെയുള്ള വചനത്തിന്റെ ഭാഗങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വചനത്തിന്റെ ഭാഗങ്ങൾ. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർന്നഹൂമിൽ ചെന്നു ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു.
അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ. Come on. ആദ്യത്തെ ചിന്ത, അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നസ്രേനായ യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയം ഉണ്ടായി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും എന്തോ ചെയ്തു? പരന്നു. മനസ്സിലാക്കിയവർക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആ വചനത്തിന്റെ ഭാഗം ഇന്ന് രാത്രി മനസ്സിലാക്കുമ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞ് അധികാരത്തോടെ ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാൻ കരുത്തുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിലാണ് പരസ്യകാല ശുശ്രൂഷ ആരംഭിക്കുന്നത്. 1 മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളെ സംബന്ധിച്ച് വചനത്തിൻ്റെ അകത്ത് ഒത്തിരി കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 3-4 ഭാഗങ്ങളിൽ മാത്രമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ കാര്യമായി പ്രതിപാദിക്കുന്നത്. മത്തായി 2:7 മുതൽ 15 വരെ വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടാം. യഹൂദയിലെ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പുജാതനായ യേശുവിനെ ഇടയന്മാർ വന്ന് കാണുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയയോടുകൂടെ വിദ്വാൻമാർ വീട്ടിൽ വന്ന് കാണുന്ന ഭാഗത്തെക്കുറിച്ച് വളരെ കാര്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ാമത്തെ വയസ്സിൽ യെരൂശലേമിൽ പെരുന്നാളിനായി കടന്നു വരുമ്പോൾ ഒരു ദിവസത്തെ വഴി ദൂരം അപ്പനും അമ്മയും ചെന്നിട്ട് യേശു കൂടെ ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള യഹൂദന്മാരോട് വചനം തർജ്ജനം ചെയ്യുന്ന ഭാഗത്തെ യേശുവിനെ കരങ്ങളിലേന്തി ശിമയോൻ ക്രൈസ്തവ സമർപ്പിക്കുന്ന ഒരു ഭാഗത്തെ സംബന്ധിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അപ്പുറത്ത് മറ്റൊരു ഭാഗം ദൈവത്തിന്റെ വചനത്തിൽ യേശുക്രിസ്തുവിന് 1 മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് വളരെ കാര്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, യേശുക്രിസ്തു അനാദികാലം മുതൽ ഉള്ള ആരാധ്യനായ ദൈവമാണ്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ചിന്ത നിങ്ങൾക്കും എനിക്കും നല്ല ബോധ്യമുണ്ട്. നാം ട്രിനിറ്റിയിൽ, തൃത്വത്തിൽ വിശ്വസിക്കുന്നവരാ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ദൈവമല്ല, നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, ത്രിഏക ദൈവം. പക്ഷേ ആ ദൈവത്തിന് 3 ആളത്വമുണ്ട്. പിതാവായ ദൈവം ദൈവമാണ്, പുത്രനായ ക്രിസ്തു ദൈവമാ, പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് 3-4 സ്ഥലങ്ങളിൽ മാത്രം വളരെ കാര്യമായി പരാമർശിക്കുന്ന ചില ഭാഗങ്ങളാണ് വളരെ കൃത്യമായി മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, ലൂക്കോസും അതുപോലെ മാർക്കോസും യോഹന്നാനും ഒക്കെ ഈ സംഭവം വളരെ കാര്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അടുത്തത്, അപ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവെന്ന ദൈവം പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. എങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ ദാസന്, ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തയ്ക്ക് ആത്മീക അധികാരം ലഭിക്കുന്നത്? ഒറ്റ വാക്കിൽ വിളിച്ചു പറഞ്ഞ, പരിശുദ്ധാത്മാവെന്ന ദൈവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നീ ആത്മീക അധികാരത്തോടെ കൽപ്പിച്ചാൽ കൽപ്പിക്കുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ 1 മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് വളരെ കാര്യമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഒരു മരപ്പണിക്കാരൻ്റെ മകനെന്നോ, ഒരു തച്ചൻ്റെ മകനെന്നോ, ആലയിൽ പണിയെടുക്കുന്ന ഒരു ജോലിക്കാരൻ്റെ മകനെന്നോ, കുടുംബത്തിൽ 10-30 വയസ്സ് വരെ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് യേശുവും ക്രൈസ്തവ ആലയിൽ ഒരു മരപ്പണിക്കാരനായി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് 30 വയസ്സ് വരെയുള്ള രഹസ്യ ജീവിതത്തെക്കുറിച്ച് ആധികാരികമായി
ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള തെളിവുള്ള ഒരു ഭാഗങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ക്രിസ്തു ഏതോ ചെയ്യട്ടെ, അതല്ല ഇന്ന് രാത്രി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. എങ്കിലും ഇന്ന് രാത്രി എല്ലാവരും തിരിച്ചറിയപ്പെടേണ്ട വചനത്തിന് വെളിപ്പാട്. 3-ാം അധ്യായത്തിലൊക്കെ കാട്ടുതേനും വെട്ടിക്കിളിയും ഭക്ഷിച്ചുകൊണ്ട് അസാധാരണമായ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് മരുഭൂമിയിൽ നിന്ന് ഒരുവൻ കടന്നു വരികയാ, മറ്റൊരുവൻ നസ്രേത്തിൽ നിന്ന് കടന്നു വരികയാ. ഇവർ രണ്ടുപേരും ഒന്ന് കണ്ടുമുട്ടി, ഒരു എൻകൗണ്ടർ, ഒരു ഏറ്റുമുട്ടൽ സംഭവിച്ചപ്പോ ഇന്ന് വരെ വെളിപ്പെട്ട് വരാത്ത ഒരു ദൈവശക്തി യേശു ക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വരികയാ. ഒന്നുകൂടി ഞാൻ ആത്മനിയോഗത്തോടെ ആവർത്തിക്കുന്നു. മരുഭൂമിയിൽ നിന്ന് വന്ന യോഹന്നാൻ സ്നാപകനും നസ്രത്തിൽ മരപ്പണിക്കാരന്റെ വീട്ടിൽ നിന്ന് വന്ന യേശുവും തമ്മിൽ ഒരു കൂടിക്കാഴ്ച, എൻകൗണ്ടർ നടന്നപ്പോ ഒരു അസാധാരണമായ ദൈവശക്തി പകരപ്പെടുകയാ. ഞാൻ ആഗ്രഹിക്കുന്നു ഈ 3 ആഴ്ച ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് PMG ദൈവസഭയ്ക്കകത്ത് എത്ര പേർക്ക് അധികാരത്തോടെ സ്തോത്രം ചെയ്യുക. ആത്മാവിൽ നിയോഗമുണ്ട്. ആകാശത്തിന്റെ കിളിവാതിലുകളെ കീറി മുറിച്ച് ആഴിയുടെ ഉറവകളെ ഇന്ന് രാത്രി പിളർന്ന് ഒരു അസാധാരണ ദൈവശക്തി ആലയത്തിന് മേൽ ഇറങ്ങി വരുമ്പോ ആ പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ, ഒരു കൂടിക്കാഴ്ച നടന്ന ഇന്ന് രാത്രി അധികാരത്തോടെ വിളിച്ചു വര. നിന്റെ തലമുറയെ ബന്ധിച്ച ചില ദുർഭൂതങ്ങൾ ആരും ഓടിക്കാതെ തനിയെ ഓടിപ്പോക. നിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തെ ഞെരുക്കുന്ന അസാധാരണമായ ചില പോരുകളെ ഇന്ന് രാത്രി അഴിക്ക. അധികാരത്തോടെ ദൈവത്തിന്റെ കാര്യം. ഇന്ന് രാത്രിയിലും ആത്മനിയോഗത്തോടെ ഞാൻ ദൂത് കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പല കെട്ടപ്പെട്ട സഭകളിലും തിരക്കുകൾക്ക് നടുവിലും പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ് ഒരുപക്ഷെ വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പലപ്പോഴും ശുശ്രൂഷാ വേദികളിൽ എത്താറുണ്ട്. ഹല്ലേലൂയ. ബ്രദറൻ ചർച്ചിനകത്ത് ഒരൊറ്റ പെന്തക്കോസുകാരനില്ല, എന്നാൽ പെന്തക്കോസ് ദൈവസഭയ്ക്കകത്ത് ധാരാളം ബ്രദറുകാരുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കരം തട്ടാത്ത, കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ, ആത്മശക്തി ഏറ്റെടുക്കാൻ കഴിയാതെ, പണിയില്ലാത്ത 1, 2, 3 റോയിലിരിക്കുന്ന അച്ചായന്മാർ, അമ്മമ്മമാർക്ക് ഒന്ന് കുലുകുവാൻ വേണ്ടിയുള്ള ഒരു പവറാണ് പരിശുദ്ധാത്മാവ്. ജോബിൻ പാസ്റ്റർക്കോ കോശി പാസ്റ്റർക്കോ നൃത്തം ചെയ്ത് ആരാധിക്കാനുള്ള ഒരു പവറാണ് പരിശുദ്ധാത്മാവ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി നിന്റെ അകത്തുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി. അതരം തുറന്ന് അഭിഷേകത്തോടെ വിളിച്ചു വരാ. മരുഭൂമിയിൽ നിന്ന് വന്നവനോ നസ്രത്തിൽ നിന്ന് വന്നവനോ ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോ ഒരു അസാധാരണ സൂപ്പർ നാച്ചുറൽ മിറക്കിളിലേക്ക് ദൈവം തന്റെ ജനത്തെ നടത്തുകയാ. 12-ാമത്തെ രാത്രിയിലോ 13-ാമത്തെ രാത്രിയിലോ 18-ാമത്തെ രാത്രിയിലോ ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ചേർന്ന് പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ. ഇന്ന് രാത്രിയിൽ അടുത്ത വചനത്തിന്റെ വെളിപ്പാടിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ കടക്കുകയാണ്. ആ എൻകൗണ്ടർ നടക്കുന്നതിന് മുൻപ് ആ കാലഘട്ടത്തെ വിളിച്ചിരുന്ന പരമപ്രധാനമായ പേര് മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇന്ന് രാത്രി തിരിച്ചറിയപ്പെടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വചനത്തിന്റെ വെളിപ്പാടാണ്. ആ കാലഘട്ടത്തെ വിളിച്ചിരുന്നത് സൈലന്റ് ഇയേഴ്സ് എന്നോ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്നോ മലയാളത്തിൽ ഇരുണ്ട കാലഘട്ടമെന്ന. പ്രൈസ് ദി ലോർഡ്. മലാക്കി മുതൽ മത്തായി വരെയുള്ള കാലഘട്ടങ്ങളെ പ്രൈസ് ദി ലോർഡ് വേദ പണ്ഡിതന്മാർ വിളിക്കുന്ന പേര് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് അല്ലെങ്കിൽ സൈലന്റ് ഇയേഴ്സ്, ഇരുണ്ട കാലഘട്ടം. 400 വർഷമാണ് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മലാക്കിക്ക് ശേഷം ഒരു പ്രവചനമില്ല, ഒരു അരുളപ്പാടില്ല, ഒരു ആത്മീയ ആരാധനയില്ല, ഒരു വചന വെളിപ്പാടില്ല, ഒരു ദർശനമില്ല, ഒരു കാഴ്ചപ്പാടില്ല. ഇങ്ങനെ ഇരുണ്ട കാലഘട്ടമായി കിടക്കുമ്പോൾ മരുഭൂമിയിൽ നിന്ന് വന്നവനും നസ്രത്തിൽ നിന്ന് വന്നവനും തമ്മിൽ ഒരു എൻകൗണ്ടർ, കൂടിക്കാഴ്ച നടത്തിയപ്പോ നിന്നുപോയ പ്രവചനം, നിന്നുപോയ ദൈവശബ്ദം ഇതാ വെളിപ്പെടേണ്ടതിന് സ്വർഗം തുറക്കുകയാ. 12-ാമത്തെ രാത്രിയിൽ എത്ര പേർ വചനത്തിന്റെ വെളിപ്പാടൊന്ന് ഏറ്റെടുത്ത് ആത്മനിയോഗത്തോടെ സ്തോത്രം ചെയ്യാൻ ആത്മാവിൽ കരുത്തുണ്ട്. നിരന്തരം ദൈവസ്ഥാനത്തെ വെളിപ്പെടുന്ന ആലയമാ, നിരന്തരം ആത്മശക്തി വ്യാപരിക്കുന്ന തലമാ, നിരന്തരം അഭിഷേകത്താൽ നിറയപ്പെടുന്ന സ്ഥലമാ PMG ദൈവസഭ. ഇന്ന് രാത്രി എനിക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ് ചില കുടുംബത്തിന്റെ അകത്ത് ഇരുണ്ട കാലഘട്ടം പോലെ, ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് പോലെ ഒരു സൈലന്റ് ഇയേഴ്സ് നിന്റെ ശുശ്രൂഷയിൽ പ്രസംഗിക്കുന്നുണ്ട്. ആത്മാവിൽ കൽപ്പിക്കുന്നുണ്ട്.
ഒരു മൂക്കിപ്പനി പോലും മാറാതെ ഇന്ന് രാത്രി ബന്ധിക്കപ്പെട്ട് നിലനിൽക്കുന്നുവെങ്കിൽ ഈ രാത്രി വചനത്തിന് വെളിപ്പാട്, ഈ 2 ആഴ്ചകൾക്കുള്ളിൽ ഒരു എൻകൗണ്ടർ, ആത്മാവുമായി ഒരു കൂടിക്കാഴ്ച, ഒരു ഏറ്റുമുട്ടൽ നടക്കുമ്പോ ആദരങ്ങൾ തുറന്ന് ചേർന്ന് പറ, പ്രവചനങ്ങൾ തന്നെ വെളിപ്പെട്ടു വരും. കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ തന്നെ വ്യാപരിക്കപ്പെടും. അശുദ്ധാത്മാവ് അലറിയോട് നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ദിക്കുകളിൽ നിന്ന് ടെസ്റ്റമെന്റ് പീരീഡിന് സ്വർഗം എടുത്തു മാറ്റുകയാ. പോരാ, 2 കരകൾ ചേർത്തടിച്ച് ശക്തിയോടെ എത്ര പേർക്ക് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാൻ നിയോഗമുണ്ട്? അച്ചായ, അമ്മാമേ, നിന്നുപോയ ആ ദൈവശക്തി ഉണ്ടല്ലോ, ദൈവം നൽകിയ ചില ഗിഫ്റ്റുകളുണ്ടല്ലോ, കൃപാവരങ്ങളുണ്ടല്ലോ, ദൈവം നൽകിയ വചന വെളിപ്പാടുണ്ടല്ലോ, മണിക്കൂറുകൾ പ്രൈസ്തലോ നിലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം തന്ന പ്രാർത്ഥനയുടെ വരമുണ്ടല്ലോ, പതിറ്റാണ്ടുകളായി എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ ഉപവസിച്ചേറ്റെടുത്ത ഒരു ദൈവശക്തി ഉണ്ടല്ലോ, അത് പ്രാപിക്കാൻ കഴിയാണ്. നാവുകൾ തുറന്ന് ചേർന്ന് പറ, ഒരു ഇരുണ്ട കാലഘട്ടം പോലെ നിശ്ചലമായി കിടക്കുന്ന മണ്ഡലത്തിന്റെ മേൽ 2025 നടക്കുന്ന ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു എൻകൗണ്ടർ നടക്കാൻ പോകുകയാ. പോരാ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തലയ്ക്കുമീതി ആ കരമൊന്ന് ഉയർത്തി ഒന്ന് ശക്തിയോടെ ആധാരം തുറന്ന് ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മനിയോഗമുണ്ട്? പോരാ, അഭിഷേകത്തോടെ ചില കൂട്ടിമുട്ടൽ ഇരുവരെയും മാറ്റിമറിക്കുന്ന ഒരു പുതിയ തലങ്ങളിലേക്ക് ദൈവം ചിലതിന് നടത്താൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മനിയോഗത്തോടെ എല്ലാവരും ആധാരം തുറന്ന് ഈ രാത്രി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. മത്തായി 3:16 യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്തു? കയറി. പ്രൈസ് ദി ലോർഡ്. വാട്ട് ഈസ് വാട്ടർ ബാപ്റ്റിസം? എന്താണ് നിമജ്ജന സ്നാനം എന്നൊറ്റ വാക്കിൽ ചോദിച്ച 16ാമത്തെ വാക്യത്തിൽ വ്യക്തമായി മറുപടി പറയുന്നു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്തു? കയറി. അപ്പൊ സ്നാപകനും സ്നാനാർത്ഥിയും ഒരുപോലെ വെള്ളത്തിൽ ഇറങ്ങി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ റുഹായുടെ നാമത്തിൽ സ്നാനപ്പെടുന്നതാണ് ദൈവവചനത്തിൽ അനുശാസിക്കുന്ന വിശ്വാസ സ്നാനം. ഒന്ന് മനസ്സിലാക്കി വരണമെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. സ്നാനത്തെ കുറിച്ച് പഠിപ്പിക്കേണ്ട ക്ലാസ് അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 3:16 നോക്കിക്കേ, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ യേശു എവിടെ ഇറങ്ങണം? വെള്ളത്തിൽ ഇറങ്ങണം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് കമ്മിങ് അപ്പ് ഔട്ട് ഓഫ് വാട്ടർ എന്ന, വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നാപകനും സ്നാനാർത്ഥിയും ഒരുപോലെ വെള്ളത്തിൽ ഇറങ്ങുകയാ. അടുത്ത വചനത്തിന്റെ വെളിപ്പാട്, സ്നാനപ്പെടുന്ന യേശു വളരെ കാര്യമായി നോക്കുമ്പോ അവിടെ യേശു ക്രിസ്തു ഒറ്റക്കല്ല. അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട്, നീണ്ട 400 സംവത്സരം ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡായി സൈലന്റ് ഇയേഴ്സ് ആയി ഇരുണ്ട കാലഘട്ടമായി മലാക്കി മുതൽ മത്തായി വരെ കടന്ന ആ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവുമായി ഒരു ഏറ്റുമുട്ടൽ എൻകൗണ്ടർ യേശു ക്രിസ്തു നടത്തുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട്, ദൈവശബ്ദം വിളിച്ചു പറയുവാൻ സ്വർഗം തുറക്കുകയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മനിയോഗത്തോടൊന്ന് സ്തോത്രം ചെയ്യുക? ആത്മാവിൽ ഇന്ന് രാത്രി നിയോഗമുണ്ട്. 12ാമത്തെ രാത്രി അഭിഷക്തന്മാരെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുകയാ. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. എന്താ സ്വർഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലങ്കാരിക ഭാഷയില അവിടെ ഉപയോഗിക്കുന്നത്. സ്വർഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെയാ. വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല. അപ്പൊ പാതാളം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാചിനെയാ, നരകത്തെയാ. പാതാള ഗോപുരം, ഗോപുരം എന്നതിന് ഇംഗ്ലീഷ് പദം ഗേറ്റ് എന്ന. അങ്ങനെയെങ്കിൽ പാതാളത്തിന്റെ വാതിൽക്കൽ നിന്ന്, നരകത്തിന്റെ വാതിൽക്കൽ നിന്ന് ആരാധിക്കുന്ന നിനക്കെതിരെയെടുക്കുന്ന ഒരു പദ്ധതിയും ഇന്ന് രാത്രി ജയിക്കത്തില്ലെന്ന്. കമാൺ, ഒന്ന് അതരം തുറന്നൊന്ന് ശക്തിയോടെ അഭിഷേകത്തോടെ എത്ര പേർക്ക് ഈ രാത്രി സ്തോത്രം ചെയ്യാൻ നിയോഗമുണ്ട്? പാളയത്തുള്ള 4-5 ബിൽഡിംഗ് ഉള്ള ഈ ബിൽഡിങ്ങിന്റെ മേലല്ല പിശാച് ജയിക്കാത്തത്. കമാ, എന്താണ് സഭ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ മകനാകാൻ മകളാകാൻ അധികാരമുണ്ട്. പുതിയ നിയമം വിളിച്ചു പറയുന്നു, കൈപ്പണിയായി പണിയപ്പെട്ട ദേവാലയത്തിലല്ല ആരാധ്യനായി ദൈവം വസിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം വസിക്കുന്നത് എന്റെയും നിങ്ങളുടെയും അകത്താണ്. കമാ, എങ്കിൽ അതരം തുറന്ന് ഇന്ന് രാത്രി ചേർന്ന് പറ, 100 പേര് ഇന്ന് രാത്രി പാളയം PMG സഭയ്ക്കകത്ത് ആരാധിക്കുമ്പോ ബിൽഡിംഗ് അല്ല സഭ, ഇന്ന് രാത്രി നിങ്ങളാണ് സഭ.
അസംബ്ലീസ് ഓഫ് ഗോഡോ, PMGO, IPCO, മാറാനാഥയോ, ചർച്ച് ഓഫ് ഗോഡോ, ഇതൊക്കെ കേവല പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ധാരാളം സഭകളാണ്. ഇന്ന് രാത്രി ചേർന്ന് പറയണം, ഞാനും നിങ്ങളും മന്ദിരമാണ്. ദൈവത്തിൻ്റെ വചനം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട 2-3 ചിന്തകളുണ്ട്. 3 സഭകളെ കുറിച്ച് വളരെ ആധികാരികമായി പഠിക്കുന്നത്. ഇന്ന് രാത്രി യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ, ഒരു ഭക്ത സഭയാണ്, അവനൊരു മന്ദിരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ചേർന്ന് പറയണം, പാളയം സഭയുടെ ബിൽഡിങ്ങിന്റെ മേലല്ല പാതാള ഗോപുരം ജയിക്കാത്തത്. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ആരാധിക്കുന്ന എൻ്റെ മേലും നിങ്ങളുടെ മേലുമാണ് പാതാളം ജയിക്കാത്തത്. കമാ, നാവുകൾ തുറന്ന് ഈ രാത്രി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. 2, ഓരോ പ്രാദേശിക സ്ഥലങ്ങളിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ധാരാളം സഭകളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, സ്മോർണ സഭ, തോയതൈരിയ സഭ, ലവോദിക്കിയ സഭ, ആസിയ സഭ, ഫിലിപ്പിയ സഭ, കേശവദാസപുരത്തോ, പട്ടത്തോ, പാളയത്തോ, ശ്രീകാര്യത്തോ, അങ്ങ് പ്രൈസ്തല കഴക്കൂട്ടത്തോ, ഇവിടെയൊക്കെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ജനത്തെ വിളിക്കുന്നത് പ്രാദേശിക സഭ. അങ്ങനെയാണെങ്കിൽ ഇത് രാത്രി ഞാനൊരു വചന വെളിപ്പാട് കൈമാറുന്നു. അങ്ങനെയുള്ള പ്രാദേശിക സഭയുടെ മേൽ പാതാളം ജയിക്കയില്ല. കമാ, എത്ര പേർക്ക് ഇന്ന് രാത്രി അധികാരത്തോടെ അഭിഷേകത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാൻ നിയോഗമുണ്ട്? ഒരു വിശ്വാസി എന്ന സഭയുടെ മേൽ പാതാളം ജയിക്കയില്ല. അടുത്ത വചനത്തിന്റെ വെളിപ്പാട്, ഒരു പ്രാദേശിക സ്ഥലത്ത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭയുടെ മേൽ പാതാളം, പിശാച്, നരകം ജയിക്കത്തില്ല. 12ാമത്തെ രാത്രി ചേർന്ന് പറ, പാളയം ദൈവസഭയുടെ മേൽ പട്ടണഭൂതങ്ങൾ ഇളകി വന്നാലും ആത്മാക്കളുടെ വരവിനെ നിശ്ചലമാക്കാൻ ശ്രമിച്ചാൽ, അകത്തുള്ള ദൈവ സാന്നിധ്യം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാൽ, എന്റെ സ്വർഗ ഈ തലമുറയിൽ അത് അനുവദിക്കത്തില്ല. ഭക്തന്മാർ കരങ്ങളെ ഉയർത്തുമ്പോ, ഭക്തന്മാർ കരങ്ങളെ തട്ടുമ്പോ, അഭിഷേകത്തോടെ ഈ രാത്രിയിൽ സ്തോത്രം ചെയ്യുമ്പോ അന്യായ ബന്ധനത്തെ അഴിക്കുന്ന അധികാരം. 3ാമത്തെ ചർച്ചിനെ കുറിച്ച്, ദൈവത്തിന്റെ വചന സഭയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കാറുണ്ട്, യൂണിവേഴ്സൽ ചർച്ച്, ആഗോള വ്യാപകമായ സഭ. 1, ഇൻഡിവിജ്വൽ ചർച്ച്, ഒരു വ്യക്തി സഭയാണ്. 2, ഒരു ലോക്കൽ ചർച്ച്, പ്രാദേശിക സ്ഥലങ്ങളിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭ ദൈവസഭയാണ്. 3ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, വർണ്ണത്തിൽ നിന്ന്, വർഗത്തിൽ നിന്ന്, ഗോത്രത്തിൽ നിന്ന്, ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി യൂണിവേഴ്സൽ, ആഗോള വ്യാപകമായി യേശു ക്രിസ്തുവിന്റെ പാവനമായ പവിത്രമായ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടം ദൈവസഭയാണ്. ഈ 3 സഭകളോടുമുള്ള ബന്ധത്തിലാണ് സ്വർഗം ഇവിടെ വിളിച്ചു പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. കമാ, നാവുകൾ തുറന്ന് ചേർന്ന് പറഞ്ഞു, നരകത്തിന്റെ വാതിൽക്കൽ നിന്ന്, പാതാളത്തിന്റെ വാതിൽക്കൽ നിന്ന് സഭയെ തച്ചുടയ്ക്ക, ആത്മീക ശുശ്രൂഷകളെ ഇല്ലാതെയാക്ക, നിന്റെ ആത്മപ്രവൃത്തി ഇല്ലാതെയാക്ക, നിന്റെ തലമുറകളെ ഇല്ലാതെയാക്ക. ഇന്ന് രാത്രി മെനഞ്ഞെടുത്തിരിക്കുന്ന ആ പഴയ പാമ്പായ പിശാചിന്റെ, നരകത്തിന്റെ പദ്ധതികൾ ജയിക്കത്തില്ല എന്ന് രാത്രി ബോധ്യമുള്ളവർ 2 കരകളെ ചേർത്ത് അടിച്ച് അടക ശാന്തം ധേരം ധീരം വൈഡം മരക സാമ്പം അടക ശാരം ധേരം ധീരം വൈഡം മരക സാമ്പം ധുരക ധേരം അർത്ഥം ഫലക സൈഡം മനക ധുരക സൈഡം മനക ധേരം ധീരം വൈഡം മനക. അപ്പം നാം പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട ചിന്ത, സ്വർഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെയാ. പ്രൈസ് ദി ലോർഡ്. ധൂർത്തപുത്രന്റെ ഭാഗം അതിന് തെളിവാ. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും എന്തോ ചെയ്തു? പാപം ചെയ്തു. സ്വർഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെയാ. പ്രൈസ് ദി ലോർഡ്. ധൂർത്തപുത്രൻ പറയുന്നത്, എൻ്റെ അപ്പനോട് ഞാൻ പാപം ചെയ്തു, തീർന്നില്ല, സ്വർഗത്തോട് ആരാധ്യനായ ദൈവത്തോട് പാപം ചെയ്തു. വചനം കേട്ടപ്പോൾ ഭൂമി വിറച്ചു. ഭൂമിക്ക് എന്താ പ്രഷർ ഉണ്ടോ? ഭൂമിക്ക് എന്താ ഷുഗർ ഉണ്ടോ? ഭൂമിക്ക് എന്താ കൊളസ്ട്രോൾ ഉണ്ടോ? അതല്ല. ഭൂമി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വസിക്കുന്ന മനുഷ്യരാ. ജനം ആരാധിച്ചപ്പോ നക്ഷത്രങ്ങൾ സന്തോഷിച്ചു. എന്താ അതിന്റെ അർത്ഥം? നക്ഷത്രങ്ങൾക്ക് ചിരിക്കാൻ വായുണ്ടോ? നക്ഷത്രങ്ങൾക്ക്
ചിരിക്കാൻ പല്ലുണ്ടോ? നക്ഷത്രം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള കെരൂബുകൾ മാലാഖമാർ ദൂതന്മാരാ. നക്ഷത്രം ദൂതന്മാരാണെങ്കിൽ, ഭൂമി മനുഷ്യരാണെങ്കിൽ, പാതാളം നരകം പിശാചാണെങ്കിൽ, ഇന്ന് രാത്രി വചനത്തിന് വെളിപ്പാട് സ്വർഗം എന്ന് പറയുന്നത് ആരാധ്യനായ ദൈവമാ. എത്ര പേർ ആ വചനത്തിന് വെളിപ്പാടൊന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യുക? ആത്മാവിൽ നിയോഗമുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവുമായി യേശു ക്രിസ്തു ഒരു എൻകൗണ്ടർ നടത്തുമ്പോ സ്വർഗം തുറക്കുകയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ വചനത്തിന് വെളിപ്പാട് 12ാമത്തെ രാത്രി ഒന്ന് തിരിച്ചറിഞ്ഞ് ആത്മനിയോഗത്തോടെ സ്തോത്രം ചെയ്യുക? ആത്മാവിൽ നിയോഗമുണ്ട്. പരിശുദ്ധാത്മാവിൽ നീ ആരാധിക്കുമ്പോ ഇന്ന് രാത്രി എൻകൗണ്ടർ നടത്തുമ്പോ നിന്റെ തലമുറയ്ക്ക് വേണ്ടി പതിറ്റാണ്ടുകളാ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് വേണ്ടി ഈ രാത്രി സ്വർഗം തുറക്കാൻ പോകുകയാ. പോരാ, രണ്ട് കരകളെ ചേർത്തടിച്ച് പതിറ്റാണ്ടുകളാ പ്രാർത്ഥിക്കുന്ന ചില ശാരീരിക രോഗത്തെ ഞാൻ കൈവയ്ക്കാതെ, ജോബി പാസ്റ്റർ കൈവയ്ക്കാതെ, ഇന്ന് രാത്രി കർത്താവിന്റെ ദാസന്മാർ കൈവയ്ക്കാതെ നിന്നെ സൗഖ്യമാക്കുവോ സ്വർഗം തുറക്കുകയാ. പോരാ, ശക്തിയോടെ രണ്ട് കരകള് ചേർത്തടിച്ച് സമയം പോകുന്നു. വളരെ കാര്യമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ, വചനത്തിന്റെ മിസ്റ്ററി മർമ്മം ഇന്ന് രാത്രി ഹൃദയത്തിൽ കുറിച്ചിടണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് ഈ രാത്രി പറയണം, നാളെ മുതൽ ഞാൻ വരുന്നത് ആരെയും കാണാനല്ല, തമ്മിൽ കാണാനല്ല. ഞാൻ വന്നു എന്ന് കോശി പാസ്റ്ററയോ അല്ലെങ്കിൽ ജോബി പാസ്റ്ററെ കാണിച്ച് പ്രസാദിപ്പിച്ച് പോകാനല്ല. എനിക്ക് അക്കില്ലാണ്ടത്ത് നിർമ്മിച്ച ആരാധ്യനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തു പരിശുദ്ധാത്മാവുമായി ഈ ദേവാലയത്തിൽ ഒരു എൻകൗണ്ടർ നടത്തുമ്പോൾ നീണ്ട 400 വർഷം കൊണ്ട് തുറക്കപ്പെടാത്ത സ്വർഗം യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ നടന്നപ്പോ സ്വർഗം തുറന്നതുപോലെ പാരമ്പര്യ കൊട്ടിയടച്ച ദേശത്തിന്റെ അധിപതികൾ വഴിയടച്ച പട്ടണഭൂതങ്ങൾ വഴികളടച്ച ചില മണ്ഡലത്തെ ഈ ആഴ്ച സ്വർഗം തുറക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന് വെളിപ്പാടുമായി സ്വർഗം ചിലതിനു വേണ്ടി തുറക്കാൻ പോകുകയാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുകയാ. കമാ, പതിറ്റാണ്ടുകളായി ചില ഭാവിയെ കെട്ടിയടച്ച ചില വഴികൾ ഇന്ന് രാത്രി അടകം ദലകം സംഭം വൈഡം ദുരകം വൈഡം നിർബന്ധമില്ല. ഈ രാത്രി ആ വചനത്തിന് വെളിപ്പാടൊന്ന് ഏറ്റെടുത്ത് ആത്മാവിൽ യുദ്ധം ചെയ്യുക. ഒരു സ്പിരിച്വൽ വാർ, ആത്മിക യുദ്ധം അടിച്ചുവിടുക. മനസ്സുള്ളവർ ഇരിക്കുന്നിടം മറന്ന് രണ്ട് കരകളൊന്ന് ചേർത്തടിച്ച് ശക്തിയോടെ വിളിച്ചു വരാ. നീണ്ട 10 വർഷം കൊണ്ട്, നീണ്ട 8 വർഷം കൊണ്ട്, നീണ്ട 25 വർഷം കൊണ്ട് എന്റെ കുടുംബത്തെ ബന്ധിച്ച ആ ബന്ധനത്തെ ഇന്ന് രാത്രി അഴിക്ക. സ്വർഗം തുറക്കുകയാ. ഇന്ന് രാത്രിയിലും ആ വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പം യേശു ക്രിസ്തുവിന്റെ സ്നാനത്തിൽ ക്രിസ്തു ഒറ്റയ്ക്കല്ല, അവിടെ വളരെ കാര്യമായി വിളിച്ചു പറയുന്നു. അപ്പോൾ എന്താ തുറന്നു? സ്വർഗം തുറന്നു. ഒന്നുകൂടി ഒരു ഡീപ്പായിട്ടൊരു വചനത്തിന്റെ വെളിപ്പാടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സമയം പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വളരെ ശക്തമായി മറ്റൊരു ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനമുണ്ട്. 3-ാം അധ്യായം 21-ാമത്തെ വാക്യം, ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സസ് 21. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ തുറന്നു? ആ വചനത്തിന് വെളിപ്പാടെന്ന് മനസ്സിലാക്കിയവർ ഈ രാത്രി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. മത്തായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത മറ്റൊന്നുമല്ല. 3-ാം അധ്യായത്തിൽ നാം വായിച്ചു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ എന്താ തുറന്നു? സ്വർഗം തുറന്നു. പക്ഷെ വൈദ്യനായ ലൂക്കോസ് പറയുക, അങ്ങനെയൊന്നുമല്ല സ്വർഗം തുറന്നത്, പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. കമാ, ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് ചില അടിസ്ഥാനങ്ങളെ ഇളക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും.
ചില കാരാഗ്രഹങ്ങളെ തുറക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ചില മരണത്തെ തട്ടിമാറ്റാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ചില ദൈവത്തിന്റെ കോപത്തെ തട്ടിമാറ്റാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇന്ന് രാത്രി അധികാരത്തോടെ നിങ്ങൾ ഉപയോഗിക്കുക, പ്രാർത്ഥനയ്ക്ക് കഴിയുക. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അഖിലാണ്ടത്തെ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തെ ചലിപ്പിക്കുക. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് കഴിയോ. അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിന് വെളിപ്പാട്, ജനമെല്ലാം സ്നാനമേൽക്കയിൽ ജനവും ക്രൈസ്തലോ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ തുറന്നു? സ്വർഗം തുറന്നു. ഇനി മത്തായിലേക്ക് തിരിച്ചു വന്നാട്ടെ, 3-ാമത്തെ അധ്യായം. യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്നു. അപ്പൊ പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. അടുത്ത വചനത്തിന് വെളിപ്പാട്, യേശു ക്രിസ്തു സ്നാനപ്പെടുന്നു. അടുത്തത്, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. നീണ്ട 400 വർഷം സ്വർഗം തുറക്കാതിരുന്നപ്പോ യേശുവ പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ, ബാപ്റ്റിസം, സ്നാനം നടക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിന് വെളിപ്പാട്, യേശു ക്രിസ്തു ഒറ്റക്കല്ല. യേശു ക്രിസ്തുവിന്റെ സ്നാന ശുശ്രൂഷയിൽ പിതാവായി ദൈവം. അടുത്ത വചനത്തിന് വെളിപ്പാട്, ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇന്ന് രാത്രി പള്ളികളിൽ നിന്ന്, പട്ടങ്ങളിൽ നിന്ന്, ജാതി ആരാധനയിൽ നിന്ന്, എഴുതപ്പെട്ട ആരാധന ക്രമങ്ങളിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് തിക്താനുഭവങ്ങൾ, ഇല്ലായ്മ വല്ലായ്മകൾ, അപ്പനും അമ്മയും ഓഹരി പിടിച്ചു വെച്ച് വിശേഷ ദിവസങ്ങൾ ക്ഷണിക്കാതെ വിളിക്കാതെ ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കണമെങ്കിൽ ഇന്ന് രാത്രി ചേർന്ന് പറ, അവരെല്ലാം മാറിപ്പോയാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. അക്കില്ലാണ്ടത്തെ നിർമ്മിച്ച ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. തൃത്വത്തിൽ ആരാധ്യനായ ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. 12-ാമത്തെ രാത്രി എത്ര പേർക്ക് ചേർന്ന് പറയാ, ആത്മാവിൽ നിയോഗമുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. എന്നോട് കൂടെ പിതാവായി ദൈവം, പുത്രനായി ക്രിസ്തു, പരിശുദ്ധാത്മാവ്. അടുത്ത ചിന്ത ഈ രാത്രി ഞാൻ ഇങ്ങനെ വ്യാഖ്യാനം നടത്തുകയാണ്. അപ്പൊ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇന്ന് രാത്രി ഒന്ന് ചേർന്ന് സ്തോത്രം ചെയ്യണം. വാട്ടർ ബാപ്റ്റിസം, നിമജ്ജന സ്നാനം, വിശ്വാസ സ്നാനം. സ്വർഗം തുറന്നിട്ട് ആത്മിക അധികാരം നൽകുന്ന പരിശുദ്ധാത്മാവ്. ഒറ്റ വാക്കിൽ ഒരു ദൂത് എല്ലാവരും എല്ലാ കാലത്ത് ഓർത്തിരിക്കണം. 1 മുതൽ 30 വയസ്സ് വരെ യേശുക്രിസ്തു ഒരത്ഭുതവും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വന്ന ഉടനെ ഇന്ന് വരെ ചെയ്യാത്ത അത്ഭുതങ്ങൾ യേശുക്രിസ്തു ചെയ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞ, പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ബ്രദറുകാർ ഉണ്ടാകരുത് എന്ന് രാത്രി ഉച്ചത്തിൽ വിളിച്ചു പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട തലം, അത്ഭുതം ചെയ്യാൻ ജോബിൻ പാസ്റ്ററെ യേശു ക്രിസ്തുവിന് പോലും പരിശുദ്ധാത്മാവ് ആവശ്യമായിരുന്നുവെങ്കിൽ ഈ രാത്രി ചേർന്ന് പറ, എനിക്ക് നിങ്ങൾക്കും എത്രയധികം. ദേശത്തിന്റെ അധിപതി ഓടിക്കാൻ MTHO, MDO, BTHO, DTHO, CTHO കൊണ്ട് ഇന്ന് രാത്രി കഴിയത്തില്ല. പട്ടണഭൂതത്തെ ശാസിക്കാൻ എഞ്ചിനീയറോ നഴ്സിംഗോ അല്ല മെഡിസിനോ കൊണ്ടോ ഇന്ന് രാത്രി കഴിയത്തില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കാൻ ക്വാളിഫിക്കേഷൻ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആത്മിക അധികാരത്താൽ നീ കൽപ്പിച്ച വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന വഴികൾ ആത്മാവിൽ വിശ്വാസത്തോടെ പതിറ്റാണ്ടുകളായി തുറക്കപ്പെടാത്ത ചില വാതിലുകൾ ഇന്ന് രാത്രി നോക്കി നാം ഒരുമിച്ച് കൽപ്പിക്കാൻ പോകുക. തുറന്നു വരട്ടെ. അതരങ്ങൾ തുറന്ന് 12-ാമത്തെ രാത്രി അഭിഷേകത്തോടെ നിന്റെ തലമുറയുടെ വടി അടഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാനല്ല, നിങ്ങൾ തന്നെ കൽപ്പിക്കുക. ഇന്ന് രാത്രി എല്ലാവരും മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന് പോലെ അത്ഭുതം ചെയ്യാൻ, യേശുക്രിസ്തുവിന് ആത്മിക ശുശ്രൂഷ ആരംഭിക്കാൻ ദൈവം മനുഷ്യനായി തണഭൂമിയിലേക്ക് വന്നിട്ട് യേശുക്രിസ്തു പോലും അത്ഭുതം ചെയ്തു തുടങ്ങിയത് ആത്മാവ്, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നതിന് ശേഷമാണ്. അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട്, ദൈവാത്മാ പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത്. അവിടെ ഒരു വലിയ വചന വെളിപ്പാട് പറഞ്ഞിട്ട് ഞാൻ മുമ്പിലേക്ക് പോകാം. ജോബിൻ പാസ്റ്ററെ വചനം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ചിന്ത, അന്ന് ഇറങ്ങി വന്ന ആ പ്രാവ് ദൈവാത്മാവ് ആ 3.5 വർഷം ശുശ്രൂഷ തീരുന്നത് വരെ യേശു ക്രിസ്തുവിന്റെ ചുമലിൽ നിന്ന് പിന്നെ പറന്നുപോയില്ല.
പോരാ. ആ കരങ്ങൾ ഉയർത്തി ഒരു തകർപ്പ് സ്തോത്രം ചെയ്താട്ടെ. പലരും പറയാറുണ്ട് 80-ൽ ഞാൻ ദൈവകൃപ പ്രാപിച്ചതാ, 90-ൽ കാത്തിരിപ്പ് യോഗത്തിന് ഒരു ടാരി മീറ്റിംഗിൽ ആത്മശക്തി ഏറ്റെടുത്തതാ, ഒരു ക്രൈസ്തല ക്യാമ്പിൽ ആ അർദ്ധരാത്രിയിൽ നിൽക്കുന്നിടമാർ നൃത്തത്തോടെ ആരാധിച്ചതാ. 2000-ൽ നഷ്ടപ്പെട്ടു. 2005-ൽ സാഹചര്യങ്ങൾ കൊണ്ട് അത് അകന്നുപോയി. ഇന്ന് കൃപയില്ല, കൃപാവരവും ഇല്ല. പക്ഷെ യേശുക്രിസ്തു പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, 30-ാമത്തെ വയസ്സിൽ ആ യോർദാൻ നദിയിൽ എന്റെ മേൽ ഇറങ്ങി വന്ന ആത്മശക്തി പിന്നെ പറന്നു പോയില്ല. കമാ, നാവുകൾ തുറന്ന് അഭിഷേകത്തോടെ 12-ാമത്തെ രാത്രിയിൽ നിയോഗത്തോടെ ഒരറ്റം തുടങ്ങി അങ്ങേയറ്റം വരെ ഒരൊറ്റ നാവ് പൂട്ടിവെക്കാതെ ഈ രാത്രി ചേർന്ന് പറ. രക്തം വിയർപ്പാക്കി അസ്ഥികളെ ദണ്ഡിപ്പിച്ച് മാനുഷികാകാരം വെടിഞ്ഞ് കടുത്ത ചൂടിന് നടുവില് ഡീസൽ കത്തിച്ച് പെട്രോൾ കത്തിച്ച് യോഗത്തിൽ വരുന്നത് വെറുതെയല്ല. എന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവശക്തി എന്റെ മരണം ഒരറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെ ആരും മൗനമായിരിക്കാതെ ആ വചനത്തിന് വെളിപ്പാടുകൾ ഏറ്റെടുക്കുന്ന അച്ചായ അമ്മാമേ, ഇന്ന് രാത്രി പിശാചിനെ വിട്ടുകൊടുക്കരുത്. അധികാരത്തോടെ ചേർന്ന് പറ, എന്റെ മേൽ ഇറങ്ങി വന്ന ദൈവശക്തിയുണ്ട്. പോരാ, നാവുകൾ തുറന്ന് ഹല്ലേലൂയ. 12-ാമത്തെ രാത്രി ഇത് കേൾക്കാം. ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് അഭിഷേകത്തോടെ. നന്നായിട്ട് ആ കരത്തെ ഒന്ന് തട്ടി ചേർന്ന് പറ, എന്റെ മേൽ ഇറങ്ങി വന്ന അഭിഷേക, എന്റെ മേൽ ഇറങ്ങി വന്ന ദൈവാത്മാവ്. അടക സംഭം വൈഡം ദുരകം ശാന്തം വൈഡം ധീരം ധീരം വൈഡം മനകം ദുരകം അർത്ഥം ബാലം വൈഡം ദുരക ശാന്തം ധീരം ധീരം അർത്ഥം ദരക സൈഡം മനകം ദുരക സംഭം വൈഡം മനകം അർത്ഥം വൈഡം മനക സംഭ. നഷ്ടപ്പെട്ട ദൈവകൃപ തിരിച്ചു പിടിക്ക്. നഷ്ടപ്പെട്ട ആത്മശക്തി അധികാരത്തോടെ ഏറ്റെടുക്ക്. നിന്റെ തലമുറ ബന്ധിച്ച ശാപശക്തി അടിക്ക. ഒരു എൻകൗണ്ടർ ശക്തിയോടെ. അടക സംഭം വൈഡം ദുരക സംഭം വൈഡം ദുരക ശാന്തം ധീരം ധീരം അർത്ഥം ദരക സൈഡം മനകം ദുരക സംഭം വൈഡം ദുരകം അർത്ഥ ദാല ധാര ധാന ധീക രക്ത വൈഡ ഉഡ ദാല ശാര ധാന ധീര രക്ത അർത്ഥം വൈഡം ദുരക സംഭം വൈഡം മനകം അർത്ഥം വൈഡം ദുലക ശബ്ദം ദ്വയരം വൈഡം മനക അസ്ത ധാര ധാന ധാര ധാന ധൂര ധാല വൈഡ അസ്തൽ ജാര ശേദ ധീരം വൈഡം മനകം അർത്ഥല ജാലവ രക്തല വൈഡവ രക്തല വൈശം ധേരം അർത്ഥം ദുരക സൈഡം മനകം ദുരക സൈഡം ധേരം അർത്ഥം ജാര ധേരം ധേരം വൈഡം മനകം അർത്ഥല ജാലവ രക്തല വൈശം ധേരം. ആ മത്തായിയുടെ സുവിശേഷം 3-ാമധ്യായം 17-ാമത്തെ വാക്യം. അപ്പൊ അവിടെ എത്ര വചനത്തിന് വെളിപ്പാടുകളാ ഞാൻ നിങ്ങൾ മനസ്സിലാക്കി. ഒരു എൻകൗണ്ടർ നടന്നപ്പോ സ്വർഗം തുറന്നു. ഒറ്റക്കല്ല, പിതാവായ ദൈവ കൂടെയുണ്ട്, ക്രിസ്തു കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഇരുണ്ട കാലഘട്ടങ്ങൾ, ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡുകൾ, ഒരു ഗ്യാപ് തിയറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു സൈലന്റ് ഇയേഴ്സ് ആയിട്ടുള്ള 400 വർഷത്തിന് ആരതി വന്നിട്ട് സ്വർഗം തുറക്കുകയാ. സ്വർഗം തുറക്കുകയാ. അടുത്ത നാം ചിന്തിച്ച ചിന്ത, ഇറങ്ങി വന്ന ആത്മാവ് പ്രാവ് പിന്നെ പറന്നു പോയതായി വെളിപ്പാട് പുസ്തകം വരെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് അടുത്ത വചനം ഇങ്ങനെ വായിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാക്കി. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ വചനത്തിന് വെളിപ്പാടൊന്ന് ഏറ്റെടുത്ത് ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ ആത്മാവിൽ നിയോഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ വെളിപ്പെട്ടാൽ, ഇന്ന് രാത്രി നിങ്ങൾ ചിലർക്ക് വേണ്ടി സ്വർഗം തുറന്നാൽ, ഈ രാത്രി വചനത്തിന് വെളിപ്പാട് ചിലതിൻ്റെ ഐഡന്റിറ്റി മാറ്റാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യം. ലൂക്കോസ് 4:22. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകനല്ലയോ? അവിടെ എഴുതിയിരിക്കുന്നു, ഇവൻ യോസഫിന്റെ മകനല്ലയോ, ഇവൻ തച്ചന്റെ മകനല്ലയോ. വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി കൗണ്ടറുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആളുകൾ പറയുകയാ. തച്ചന്റെ മകനാ, യോസഫിന്റെ മകനാ. 30 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി കമന്റ്സുകൾ, കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവുമായി
ഒരു എൻകൗണ്ടർ, ഒരു ആത്മിക അധികാരം ഏറ്റെടുത്തപ്പോ അധികാരം നൽകിയ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുക, ഇവൻ തച്ചന്റെ മകനല്ല, ഇവൻ യോസഫിന്റെ മകനല്ല, ഇവൻ എന്റെ പ്രിയപുത്രനാ. കമാ, നാവുകൾ തുറന്ന് 12ാമത്തെ രാത്രി എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്യുക. ആത്മാവിൽ നിയോഗമുണ്ട്. ആത്മാവിൽ ചില കുടുംബത്തെ നോക്കി ഇന്ന് രാത്രി പ്രവചിക്കുന്നു. മതിലെക്കുരുത്ത കുടുംബമാ, ആ മഹത്വം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ തരിപ്പണമായി പോയ പല കുടുംബങ്ങള്. ഇന്നയാളുടെ മകനാ, ഇന്ന കുടുംബമാ, ഗതി പിടിക്കത്തില്ല, ഇത് ശൂന്യമാ, ഈ കുടുംബം മുടിഞ്ഞ് കുപ്പക്കുന്നായി മാറും, അവന്റെ 10ാം തലമുറ വരെ ഗതി പിടിക്കത്തില്ല എന്ന് നിന്നെ കുറിച്ച് വാദിക്കുന്നുവെങ്കിൽ ഈ രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, 12ാമത്തെ രാത്രി പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ വെളിപ്പെട്ട നിന്റെ ഐഡന്റിറ്റി സ്വർഗം മാറ്റാൻ പോകുകയാ. ഉള്ള ശബ്ദം മുടുക്കിയെടുത്ത് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, അച്ചായ ഐഡന്റിറ്റി ദൈവം മാറ്റാൻ പോകുകയാ. അമ്മാമേ, ദൈവം ഐഡന്റിറ്റി മാറ്റാൻ പോകുകയാ. 2 കരകളെ ചേർത്തടിച്ച് എത്ര പേർക്ക് ഇന്ന് രാത്രി ആ വചനത്തിന്റെ വെളിപ്പാടെന്ന് മനസ്സിലാക്കി എന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗമുണ്ട്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞോ, യോസഫിന്റെ മകൻ, തച്ചന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ ആ ഐഡന്റിറ്റിയെ സ്വർഗത്തിലെ ദൈവം എടുത്ത് മാറ്റിയെങ്കിൽ, ഇന്ന് രാത്രി വിശ്വാസത്തിൽ വന്ന് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം ചിലരുടെ ചരിത്രത്തെ എടുത്ത് മാറ്റിയെങ്കിൽ, ആ മുടിഞ്ഞ് കുപ്പക്കുന്നായ കുടുംബത്തെ ദൈവ കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കത്തില്ലെന്ന് മന്ത്രവാദം വെല്ലുവിളിച്ചപ്പോ ഒരു ദോഷവും വരുത്താതെ ഏത് സ്ഥലത്ത് നിന്ന് തകർക്കാൻ പദ്ധതിയിട്ടോ അവിടെ തന്നെ റോഡിൽ ടാറിട്ട് ഉറപ്പിക്കുന്നത് പോലെ സ്വർഗം ചിലരെ ഉറപ്പിച്ച് പണിതെടുത്തെങ്കിൽ പോരാ. എല്ലാവരും നാവുകൾ തുറന്ന് അഭിഷേകത്തോടെ ചേർന്ന് പറഞ്ഞാട്ട്, യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവമില്ല. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനാ ഇന്ന് രാത്രി വേറെ ആരുമില്ല. എല്ലാവരും അതരം തുറന്ന് അഭിഷേകത്തോടെ ഒരൊറ്റ നാവ് പൊട്ടിവെക്കാതെ ചേർന്ന് പറ, ഞാൻ വല്ലതുമായെങ്കിൽ ബൈ ദ ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയാല എന്റെ ചരിത്രം മാറ്റിയത് സ്വർഗത്തിലെ ദൈവമാ. എന്റെ ചില ബൈൻഡിങ്സിന് മേൽ, ബോണ്ടേജസിന് മേൽ ഒരു ബ്രേക്ക് ത്രൂ പകർന്നത്. ഉടക ചനക സംഭം വൈഡം ദുരകം ധരകം ശാംബം അർത്ഥം വൈഡം ധരക സൈഡം ധേരം ധീരം അർത്ഥം ജലക സൈഡം മനക ദുരക സൈഡം അടക ചാന ധേര ധീക രക്ത വൈശ അടക ചനക സാംധേ രക്തേ വൈഡേ ഉടക രഗദ ദുഗല രഗദ 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 രക്ത റീക ശാര ധാന ധാര ധാന അസ്ത ദഗന ദുഗര രഗദ വൈശ രഗദ അർത്ഥ വൈഡ ദുഗല രഗദ 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 അർത്ഥല വൈശവര വൈഡ ശക്തിയോടെ നാവുകൾ തുറന്ന് അഭിഷേകത്തോടെ അധികാരത്തോടെ ശക്തമാ ഈ രാത്രി ചേർന്ന് പറ, ചില ചരിത്രങ്ങളെ ദൈവം എടുത്ത് മാറ്റുകയാ. റിക ധന ധര ധന ധല ധര ധന ധല ധന. സമയം തീരുകയാ, ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാ. തുടർമാനമായി നടക്കുന്ന യോഗമാ. പകല് പ്രൈസ്തലോ ഹല്ലേലൂയ, പകലായതുകൊണ്ടും ആത്മാവിന്റെ ചാലും ആ വചനത്തിന് വെളിപ്പാട് പൂർത്തീകരിക്കാഞ്ഞത് കൊണ്ട് മാത്രമാ അല്പസമയം ഞാൻ മുമ്പിലേക്ക് കടന്നുപോയി. ഇന്ന് രാത്രി 8:30 മുമ്പ് തന്നെ, ഒരു 8:20 25 ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മൈക്രോഫോൺ കൈമാറും. എന്നാൽ ഇന്ന് രാത്രി എല്ലാവരും മനസ്സിലാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട വചനത്തിന് വെളിപ്പാട്, തച്ചന്റെ മകൻ, യോസഫിന്റെ മകൻ എന്നൊക്കെ ആളുകൾ പറയുമ്പോഴും യോസഫിനൊരു കാര്യം നന്നായിട്ടറിയാം. വിവാഹ നിശ്ചയം കഴിഞ്ഞ
കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കാനായി പദ്ധതിയിട്ടതാ. പക്ഷെ സ്വപ്നത്തിൽ വന്ന് ദൈവത്തിൻ്റെ മാലാഖ ദൂതൻ എന്നോട് ഇടപെട്ടു. ഇതേ ക്രൈസ്തലോ ഒരു സാധാരണ സംഭവമല്ല, ഇതൊരു അസാധാരണ സംഭവമാണ്. മറിയ നീ ഉപേക്ഷിക്കണ്ട, ഇത് എൻ്റെ പദ്ധതിയാ, എൻ്റെ പ്ലാനാ. യോസഫ് പറയുക, എനിക്ക് നാണക്കേടാ മാനക്കേടാ. അന്നത്തെ ജ്യൂസിൻ്റെ കസ്റ്റം കൾച്ചർ അനുസരിച്ച് നിശ്ചയം കഴിഞ്ഞാൽ, എൻഗേജ്മെന്റ് സെറമണി കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് മാത്രമാണ് വിവാഹം നടക്കുന്നത്. അപ്പം യോസഫ് പറയുക, ഞങ്ങൾ തമ്മിൽ കൂടി ചേർന്നിട്ടില്ല, എൻഗേജ്മെന്റ് സെറമണി മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷെ സ്വർഗം ഈ പകൽ ഞാൻ പറഞ്ഞതുപോലെ പറയുന്ന വചനത്തിന്റെ വെളിപ്പാട് കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം കന്യക മറിയമിന്റെ ഉദരത്തിൽ ഭ്രൂണമായി ആരാധ്യനായ ക്രിസ്തു സഹായം കൂടാതെ ജനിക്കപ്പെടുകയാണ്. അന്ന് യഹൂദന്മാരുടെ കൾച്ചർ സംവിധാനം, ജൂവിൻ്റെ സിസ്റ്റം അനുസരിച്ച് 30 വയസ്സ് തികയുമ്പോൾ അവൻ്റെ അപ്പൻ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഇതുപോലെ കെട്ടിയിട്ട് ആ അപ്പൻ ആ മകനെ അവിടെ നിർത്തിയിട്ട് വിളിച്ച് പറയും, ഇവൻ എൻ്റെ മകനാ, എൻ്റെ അസറ്റിനും സ്വത്തിനുമൊക്കെ എല്ലാത്തിനും അവകാശി ഇവനാണ് എന്ന് അന്നത്തെ കാലത്ത് ആളുകൾ പ്രസ്താവിക്കാറുണ്ട്. എന്നാൽ യോസഫിനെ യെരൂശലേമിൽ 12-ാമത്തെ വയസ്സിൽ പെരുന്നാളിന് വന്നതിന് ശേഷം ഒരു വഴി ദൂരം പോയി പിന്നെ മടങ്ങി വന്നപ്പോൾ വചനം തർജ്ജനം ചെയ്യുന്ന ആ ഭാഗത്താണ് യോസഫിനെ അവസാനമായി വചനത്തിൽ കാണുന്നത്. പിന്നെ യോസഫ് ജീവനോടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. വചനത്തിന് അതിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. എന്താ അടുത്ത വചനത്തിന്റെ വെളിപ്പാട്? അത് മറ്റൊന്നല്ല, വേറൊന്നല്ല. 30 വയസ്സ് വരെ രഹസ്യമായി ക്രിസ്തു ജീവിച്ചപ്പോ ആലയിൽ പോയിട്ടുണ്ടാകാം, കാർപ്പന്റർ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരിക്കാം, പണിയെടുക്കാൻ പോയിട്ടുണ്ടായിരിക്കാം, ലോകം, പാപം, പിശാച്, ജഡം ഇതൊക്കെ സ്വാധീനിച്ചിരിക്കാം. എന്നാൽ ഒരു പാപവും അവൻ്റെ ഒരു രോമത്തെ പോലും തൊടാൻ അനുവദിക്കപ്പെടാതെ പാവനമായി പവിത്രമായി വിശുദ്ധ ജീവിതം നയിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്വർഗം തുറന്നിട്ട് നീണ്ട 400 വർഷത്തിന് ശേഷം ഒരു ഇടിവെട്ട് ശബ്ദം അങ്ങ് മേലോകത്തിൽ നിന്ന് ഉണ്ടാകുകയാ. 30 വർഷം ജീവിച്ചിട്ട് ഇവനെ ലോകം തൊട്ടിട്ടില്ല, പാപം തൊട്ടിട്ടില്ല. ഇവൻ എൻ്റെ പ്രിയപുത്രനാ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കയ്യേലുള്ളത് ഊരി, കാലയിലുള്ളത് ഊരി, പ്രൈസ്തലോ നാട് വിട്ട് കൂട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് PMG ദൈവസഭയ്ക്കകത്ത് 12-ാമത്തെ രാത്രിയിലും ഭയങ്കര തിരക്കുണ്ടായിട്ട് പകലും രാത്രിയിലും നല്ലൊരു പണം കൊടുത്ത് വാഹനം പാർക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് വന്ന ദൈവത്തെ ആരാധിക്കുന്നത് ശബ്ദ മലിനീകരണം ഉണ്ടാക്കാനല്ല, ശബ്ദ വിപ്ലവം ഉണ്ടാക്കാനല്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ഭയങ്കര ഗംഭീര നാദം, ഒരു ഭയങ്കര ശബ്ദം കേൾക്കുക. അന്ന് തന്നെ വിശുദ്ധന്മാർ പ്രാക്കളെ പോലെ പറന്നുയരും. അന്ന് കേൾക്കേണ്ട ഒരു ദൈവ ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാ. കമാ 12-ാമത്തെ രാത്രി മെറ്റീരിയലിസ്റ്റിക് ഭൗതികമായ ചില അനുഗ്രഹത്തിന് വേണ്ടി നാം വിളിക്കപ്പെട്ടവരല്ല. ഇതൊക്കെ താൽക്കാലികമാ, ഇതൊക്കെ അഴിഞ്ഞു പോകും, തീക്കിരയാകും. എന്നാൽ ഒരു ശക്തിക്ക് ഇരയാക്കാൻ കഴിയാത്ത കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശക്തിയോട് പറഞ്ഞാട്ട് എനിക്കൊരുക്കുന്ന ഓരോ നിത്യാനയുണ്ട്. എത്ര പറഞ്ഞ് രാത്രി ആ വചനത്തോടൊന്ന് ചേർന്ന് പ്രതികരിച്ച് ആത്മാവിൽ നിന്ന് ശക്തമായി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി നിയോഗമുണ്ട്. വായിച്ച ഭാഗത്തേക്ക് വന്ന് ഒന്ന് നീതി പുലർത്തി ഇന്ന് രാത്രി ഞാൻ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നാം വായിച്ചത് 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധ ഭൂതം അതിനെ അധികാരത്തോടെ യേശു ക്രിസ്തു എന്ത് ചെയ്യുകയാ? ശാസിക്കുകയാ. 36-ാമത്തെ വാക്യം എല്ലാവരും വിസ്മയമുണ്ടായി. ഈ വചനമെന്ത്? അധികാരത്തോടും ശക്തിയോടും അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. ഈ രാത്രി ചേർന്ന് പറ, വചനത്തിന് അധികാരമുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള 66 പുസ്തകങ്ങൾ അടങ്ങിയ ദൈവത്തിന്റെ വചനത്തിന് മൂലഭാഷയിൽ പറയുന്ന പദം ലോഗോസ് എന്ന് പറഞ്ഞാൽ അത് എഴുതപ്പെട്ട വചനമെന്ന്. ഒരു പക്ഷെ കാറിന്റെ മുൻസീറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ കബോർഡിനകത്തോ അല്ലെങ്കിൽ സ്കൂട്ടറിനകത്തോ അല്ലെങ്കിൽ ഷോക്കേസിലോ ആ വചനം വായിക്കാതെ അവിടെ വെച്ചാൽ കേവലം ലോഗോസ്, അത് എഴുതപ്പെട്ട വചനമാ. അത് വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് കേട്ട് കണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ എഴുതപ്പെട്ട വചനം ഈ രാത്രി ചേർന്ന് പറ, റീമയായി മാറോ.
നിന്റെ കട്ടപ്പെട്ട കുടുംബത്തിന്റെ അകത്തേക്ക് ഈ എഴുതപ്പെട്ട വചനം അയക്കപ്പെട്ട വചനമായി മാറും. എത്ര പേർക്ക് 12-ാമത്തെ രാത്രി അധികാരത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യുക? ആത്മാവിൽ നിയോഗമുണ്ട്. 2 കരകളൊന്ന് ചേർത്തടിച്ച് വിളിച്ചു പറ, അമേരിക്കയിലായിരിക്കുന്ന എന്റെ തലമുറയുടെ അടുക്കലേക്ക്, ദുബായിലുള്ള എന്റെ തലമുറയിലേക്ക്, UK-യിലുള്ള എന്റെ തലമുറയിലേക്ക്, അങ്ങ് പട്ടത്ത് ആ രോഗശയിൽ കിടക്കുന്ന എന്റെ മാതാവിന്റെ അടുക്കലേക്ക് ഈ വചന റീമയായി പോരാ. ആ കരകളൊന്ന് ചേർത്തടിച്ച് അഭിഷേകത്തോടെ ആത്മബലത്തോടെ 12-ാമത്തെ രാത്രി പറഞ്ഞാട്ട് അധികാരത്തോടെ ശക്തിയോടെ ശക്തിയോടെ എല്ലാ നാവ് തുറന്ന് ആ 4-ാം അധ്യായം വായിക്കുമ്പോഴേ അവിടെ 16-ാമത്തെ വാക്യം, ലൂക്കോസ് 4:16, അവൻ വളർന്ന നസ്രത്തിൽ വന്നു ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ സിനഗോഗിൽ, പള്ളിയിൽ സ്ഥിരമായി പോകുന്ന ആളായിരുന്നു ആര്? യേശു ക്രിസ്തു. ഒരു സിനഗോഗിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പള്ളിക്കകത്ത് 100 പേർ കാണും. എത്ര പേർ കാണും? 100 പേർ കാണും. അങ്ങനെയുള്ള പള്ളികളിൽ യേശു ക്രിസ്തു തുടർമാനമായി പോയിരുന്നു. അപ്പൊ നസ്രയത്തിൽ യേശു ക്രിസ്തു പോയി. സ്വന്തം നാട് ആയതുകൊണ്ട് അവർ അംഗീകരിച്ചില്ല. 31-ാമത്തെ വാക്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനന്തരം ഗലീലയിലെ ഒരു പട്ടണത്തിൽ കപർന്നഹൂമിൽ ചെന്ന് ശബത്തിൽ അവരെ എന്തോ ചെയ്തോ? ഉപദേശിച്ചു പോന്നു. അപ്പൊ പതിവ് പോലെ ഈ പറയുന്ന സിനഗോഗിൽ, ഗലീലയിലാണെങ്കിലും കപർന്നഹൂമിലാണെങ്കിലും നസ്രയത്തിലാണെങ്കിലും സ്ഥിരമായി പതിവ് പോലെ പോകുന്ന ആളായിരുന്നു ആര്? യേശു ക്രിസ്തു. എന്നാൽ ക്രൈസ്തലോ ആ യോർദാൻ നദിയിൽ സ്നാനമേറ്റ ഉടനെ ഹോളി ഗോസ്റ്റ്, ഹോളി സ്പിരിറ്റ് ഒരു എൻകൗണ്ടർ നടത്തിയപ്പോ, പരിശുദ്ധാത്മാവ് ഒരു എൻകൗണ്ടർ നടത്തി കഴിഞ്ഞപ്പോ നസ്രയത്തിലെ അന്ന് പള്ളിയിൽ ചെന്ന് പതിവ് പോലെ ചെന്നെങ്കിലും അവന്റെ ശുശ്രൂഷ പതിവ് പോലെ അല്ലായിരുന്നു, പതിവിലും വ്യത്യസ്തമായിരുന്നു. എത്ര പേർക്ക് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യുക? ഗലീലയിലെ ആത്മിക ശുശ്രൂഷ കപർന്നഹൂമിലെ സിനഗോഗിൽ അന്നത്തെ ശുശ്രൂഷ ഒരു സാധാരണ ലെവലല്ലായിരുന്നു, അസാധാരണ ലെവലായിരുന്നു. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു, 12-ാമത്തെ രാത്രി എല്ലാ ബൈബിളും അടച്ചോ, എല്ലാ തലകളും അടക്കിക്കോ, എല്ലാ കണ്ണുകളും അടച്ചോ. അടുത്ത 3-4 മിനിറ്റ് പരിശുദ്ധാത്മാവുമായി എൻകൗണ്ടർ നടത്തുമ്പോൾ, നാളെ നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ, നാളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പതിവ് പോലെയല്ല, പതിവിലും വ്യത്യസ്തമായി. ഒന്ന് നാവുകൾ തുറന്ന് ചേർന്ന് പറ, ആത്മാവ് ചിലരെ ഉപയോഗിക്കാൻ പോകുക. വേഗം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, വേഗം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ്തൽ ഒരു പാട്ടൊന്നും വേണമെന്നില്ല. പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ നടത്താൻ ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗമുള്ളവർ ഒന്ന് അതരം തുറന്ന്, അതരം പൂട്ടിവെക്കരുത്. നിന്റെ വായ് വിസ്താരത്തിൽ തുറന്നോ, ആത്മാവതിനെ നടക്കാൻ പോകുക. നീണ്ട 400 വർഷം പോലെ, ഡിയർ പാസ്റ്റർ 15 വർഷമാ എന്റെ തലമുറയ്ക്ക് യോഗ്യതയുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, വാടികൾ തുറക്കുന്നില്ല. ഈ രാത്രി ഞാൻ പ്രവചിക്കുന്നു, ഇൻ ദ ടെസ്റ്റമെന്റ് പീരീഡ് അല്ല, ഇരുണ്ട കാലഘട്ട സൈലന്റ് ഇയേഴ്സ് ഇന്ന് രാത്രി സ്വർഗം എടുത്തു മാറ്റിയിട്ട് ചില വഴികൾ തുറക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമില്ല, അതരം തുറന്ന് ആത്മാവുമായി ഒരു എൻകൗണ്ടർ നടത്താൻ, പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ നടത്താൻ. കമാൻ, എല്ലാവരും തിരിച്ചറിയണം, അത്ഭുതം ചെയ്യാൻ, പരസ്യകാല ശുശ്രൂഷ ആരംഭിക്കാൻ യേശുവിനെ പോലും ആത്മശക്തി, അധികാരമുണ്ടായിരുന്നു. ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ചിലർക്ക് വേണ്ടി എക്സോഡസ്, പുറപ്പാടുകൾ ദൈവം തുറക്കുന്നു. ഇന്ന് വരെ ചെയ്യാത്ത ആത്മിക ശുശ്രൂഷയുടെ ഒരു പുതിയ റലം. രക്തം വൈഡം ദുരകം ദരക സംഭം വൈഡം ധേരം ധീരം അർത്ഥം ദരക ശംഭം വൈഡം ദുരകം സൈഡം മനകം അർത്ഥം ദരക സൈഡം ധേരം ധീരം വൈഡം അടക ശബ്ദം ധേരം ധീരം വൈഡം മനകം അർത്ഥം ധാരം ധേരം വൈഡം മനക സംഭം വൈഡം റുക ദാല ധാര ദാല ധാര ദാന ധേര. എല്ലാ യങ്സ്റ്റേഴ്സും, എല്ലാ ചെറുപ്പക്കാരും കരങ്ങളെ തട്ടി, എല്ലാ മുതിർന്നവരും കരങ്ങളെ തട്ടി ആ അഭിഷേകത്തോടെ രക്തം ധാരം വൈഡം മനക സമ്പം അർത്ഥം ദുരക ശമ്പം വൈഡം ധരക സമ്പം അർത്ഥം ധാരം ധേരം ധീരം വൈഡം മനകം അർത്ഥം ദുരക ശമ്പം വൈഡം ധേരം ധീരം വൈഡം അർത്ഥം ദുരക സമ്പം വൈഡം ദുരക ധികന ധികത അർത്ഥേ രക്തേ വൈഡേ ദുരക രഗത ധികന ധികത അർത്ഥം ധാരം വൈഡം ധേരം ധേരം വൈഡ ഉടക ചാന ധാര അർത്ഥ ധാല വൈഡേ ഉട ധാല രക്ത ദുര ധാല വൈശേ അർത്ഥം ധേരം ധേരെ റുഷ രാധ രക്ത
Adaga Samba Vaide, Ruka Dala Hata, Hata Dala Vaide, Udaga Chana Dere, Atam Dere Shande, Udaga Chanaga Samba Vaidam, Daraga Samba Vaidam, Atam Dala Dera Vaidam Managam, Atam Duraga Samba Vaidam Managam, Ata Dara Dala Dara Dala Dara, Ata Dala Dira Dala Vaida, Ata Dala Reka Dira Reta, Udaga Dara Dala Vaida Dara, Atam Dera Shara Tera Dira, Ata Dala Dara Dala Vaida, Uda Dala Vaida Dara, Ata Dala Vaisharada, Rika Dara Hata Reka, Uda Dala Vaida Dara, Ata Dala Dara Dana Dira Dala, Atam Dara Shara Para Vaida. ചില കുടുംബങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കുന്നു, ചില ശുശ്രൂഷകൾക്ക് വേണ്ടി പൊതുവഴികൾ തുറക്കുന്നു, ചില ബന്ധനങ്ങൾ വഴിമാറുന്നു, ആത്മപ്രവൃത്തി വെളിപ്പെടുന്നു, ദൈവരാജ്യം ഇറങ്ങി വരുന്നു. ഓ ധൂരാധാര രക്ത അടക രഗദാധാര ദാല വൈഡ അർത്ഥ ദാല വൈശാധാര ദൂര Udamana Gamda, Reba Shaida, Deval Prouda, Vachandara, Judadal Kamanaga, Shaida Radara, Atabarachura, Vaudamanadura, Rebel of Vaushadara, Dana, Reba Shaida, Udamana Gamda, Reba Shaida, Dinaga Shaida, Deval Prouda, Vachandara, Judadal Kamana, Adamana Gamda, Reba Shaida, Dana Dana, Hallelujah, Hallelujah. Udabachandara Javana Vaudamanadura, Rebel of Vaushadana, Dana, 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 Dana. Udaba Sandara Dana Dira del Kamana Hacha Dara del Kamana Gadagaba Chida Dara del Kamana Gadagazia Udabara Baudamana Hadana Baudama Sandal Kamana Gadagaba Chida Dara Rigabazia Udabana Baudamana Haduna Gadagazia Ora Baba Baba Sandara Dara del Kamana Udadal Kamana Gadaga Chida del Kamana Gadagazia the Janara Gadagazia Ekdal Vajanadal Jayamadu Kugayar Udaba Chandal Kamanagadaga Shaida Darigamanagadagaba Saida Del Kamanagadaga Uraba Chandal Kamanam Yeshuvinamathil Adal Kamanagadaga Saida Del Kamanagadaga Shaida Delarigabazia Udaba Saida Danaragadagasya Adara Bashamdara Danarigadagasya. Praise the Lord. Hallelujah. ഈ രാത്രികാലം ദൈവം തന്ന എല്ലാ അനുഗ്രഹീത വചനങ്ങൾക്കായും കരമുയർത്തി എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങുവാനിടയായി. ഹല്ലേലൂയ. അഗ്നിനാവുകൾ പോലെ അവർക്ക് പ്രത്യക്ഷമാകുവാനിടയായി. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ തൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി തന്നു. അധികാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി അല്ലെ തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം അധികാരം പകരുന്നു. യേശു പോലും ഹല്ലേലൂയ തൻ്റെ ശുശ്രൂഷയുടെ മുൻപിൽ ആ ആത്മ സാന്നിധ്യം ഏറ്റെടുപ്പാനിടയായി. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ആ വചനങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം തുറക്കുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ മേൽ പ്രാവന്റെ പോലെ പരിശുദ്ധാത്മാവ് വരുന്ന അനുഭവങ്ങൾ, അധികാരത്തിൻ്റെ ശുശ്രൂഷകൾ വെളിപ്പെടുന്ന അനുഭവങ്ങൾ, അല്ലെ ഉപവാസ ദിനങ്ങളിൽ കർത്താവുമായി ഒരു അഭിമുഖം നമുക്കുണ്ടാകുവാൻ, ആത്മാവിൻ്റെ ശക്തമായ ഒരു ഇടപെടലുകൾ ദൈവമേ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ഇന്ന് രാത്രികാലം ആഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും കേട്ട വചനത്തിന് മുൻപിൽ ഒരു നിമിഷം വീണ്ടും നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഈ ഉപവാസ ദിനങ്ങൾ കഴിയുന്നതിന് മുൻപേ അങ്ങയുമായിട്ടൊരു എൻകൗണ്ടർ എനിക്ക് വേണം. അങ്ങനോടൊന്ന് ഇടപെടണം. അങ്ങയുടെ ശക്തി എൻ്റെ മേലൊന്ന് അയക്കണം. പ്രാവ് പോലെ തൻ്റെ യേശുവിൻ്റെ മേൽ ആത്മാവ് പ്രത്യക്ഷമായെങ്കിൽ ആദ്യ കൂടിവരവിൽ ഹല്ലേലൂയ സ്തോത്രം അഗ്നിനാവുകൾ പോലെ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിലുണ്ട്. ഉപവസിക്കുന്ന ഓരോ ദൈവജനവും, കടന്നു വരുന്ന ഓരോ ദൈവജനവും ഈ ദിവസങ്ങളിൽ ഒരു വ്യത്യസ്തമായ അനുഭവം എൻ്റെ മേൽ കർത്താവ് തന്നു എന്നുള്ള വിശ്വാസത്തോടെ വരും ദിനങ്ങളിൽ ആത്മാവിൽ ആരാധിച്ച് കർത്താവുമായി ഇടപെട്ട് മുന്നോട്ട് പോകുവാൻ, പുതിയ പുതിയ ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവം ഉപയോഗിച്ചതിനാൽ നമുക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലവും മാറ്റമില്ലാത്ത വചനങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ ദൈവം നമുക്ക് തരുവാനിടയായി. കേൾക്കപ്പെട്ട എല്ലാ
നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ, സഭയെ, ശുശ്രൂഷകളെ, കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ അനേക യൗവനക്കാരുടെ മധ്യയിൽ ശക്തമായി പിന്നെയും കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യാം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസത്തിലെ കർത്തൃദാസന്മാരെ ദൈവം തക്ക സമയത്ത് അയച്ചു തരേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലും നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാ റെജി പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ നല്ല അന്തരീക്ഷം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ രാത്രികാലം കടന്നു വരുവാനും ഈ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അടിയൻ്റെ ജീവിതത്തിൽ ലഭിച്ച നല്ല അവസരത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്ന അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, ഹല്ലേലൂയ, ഞങ്ങൾ ജീവിതത്തിലിടയാക്കിയ അവിടുത്തെ മഹാകരുണയ്ക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ദാസനെ കൂടി കേട്ട നല്ല തിരുവചനങ്ങൾക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള ദിനങ്ങളിലും അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തണമേ. അനേക ഇടങ്ങളിൽ അങ്ങയുടെ ദൂതമായി കടന്നു പോകുമ്പോൾ വലിയ പ്രവൃത്തി ഉണ്ടാകുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണമേ എന്നടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇവിടെ നടക്കുന്ന ഉപവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഹോദരങ്ങൾ, ദൈവദാസന്മാർ പലരും ഉപവസിക്കുന്നല്ലോ, അവർക്ക് ബലം നൽകണം. ഇന്ന് കേട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. നല്ല ആമേൻ തന്നെ ഞങ്ങൾ നൽകിയല്ലോ. ഞങ്ങൾ മടങ്ങിപ്പോകുന്ന യാത്രയെ സൂക്ഷിക്കണം. തുടർന്നുള്ള നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ സഭയെയും ദൈവജനങ്ങളെയും അവിടുന്ന് ഇടയാക്കണമേ എന്നടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് ടി ജോർജിനോടുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. നാളെ കൃത്യം 10:30 പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനോയ് ടൈറ്റസ് പകലും രാത്രിയിൽ നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. എല്ലാ ദൈവജനവും കടന്നു വരിക.